ഓക്കെ. അപ്പൊ നമ്മള് ഉം, ഒരു മൂന്നാല് ആഴ്ചകളായിട്ട് ജോൺ ഡോ എന്ന് പറയുന്ന ഒരു പുരോഹിതനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. പലപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ എന്തുകൊണ്ട് ചരിത്രം പറയണം, അല്ലെങ്കിൽ ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മൾ വായിക്കണം, അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് ആൽക്കഹോളിക്സ് അനോണിമസ് എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് ലോകം മുഴുവൻ അറിയപ്പെട്ടത്, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ എടുക്കാഞ്ഞത്, ചില കാര്യങ്ങൾ നമ്മൾ കൂടുതലായി എടുത്തത് എന്നൊക്കെ അറിയാനാണ്. പ്രത്യേകിച്ച് ആദ്യ വർഷങ്ങളിൽ 1935 മുതൽ നമ്മുടെ ബുക്ക് ഇറങ്ങുന്ന 1939 വരെയുള്ള നമ്മുടെ കാലഘട്ടത്തിന് ദ ഫ്ലൈയിങ് ബ്ലൈൻഡ് പീരീഡ് എന്നാണ് പറഞ്ഞത്. അതായത് ഇരുട്ടിൽ അലയുന്ന ചിറകടിച്ച് പറക്കുന്ന പക്ഷികളെ പോലെയായിരുന്നു. നമുക്ക് ലക്ഷ്യസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു ആം, ഉം, ഒരു പ്രത്യേക ആശയങ്ങൾ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് 12 പടികളുടെ ഒരു ചെറിയ രൂപമായിട്ടുള്ള ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ചില 6 പടികള്, പിന്നെ അവരുടെ അബ്സല്യൂട്ട്സുകൾ, 6 അബ്സല്യൂട്ട്സുകളുമായിരുന്നു. പിന്നീട് ആൽക്കഹോളിക്സ് അനോണിമസ് ലോകം മുഴുവൻ വളരാനായിട്ട് സഹായിച്ച ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം അമേരിക്ക പോലുള്ള ക്രിസ്ത്യാനിറ്റി മാത്രമുള്ള ഒരു രാജ്യത്തും അവർ ആ ക്രിസ്ത്യൻ ആശയങ്ങളെ കുറച്ചൊക്കെ എടുത്തെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്രിസ്ത്യൻ ആശയത്തിൽ എന്തുകൊണ്ട് പോയില്ല? അതിനു മുമ്പ് രണ്ട് ഇതുപോലെയുള്ള ചലനങ്ങൾ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. വാഷിംഗ്ടോണിയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പും ടെമ്പറൻസ് ഗ്രൂപ്പും, ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾക്കെടുക്കാവുന്ന ആശയങ്ങൾ നമ്മൾ എടുത്തു. ഇപ്പൊ ഈ ജോൺ ഡോ എന്താണ് ചെയ്തത്? ജോൺ ഡോ നമ്മൾക്ക് ചെയ്ത ഒരു സഹായം, കത്തോലിക്ക സഭയിലെ അല്ലെങ്കിൽ റോമൻ കാത്തലിക്കുകളുടെ ഇടയിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന് ഒരു ഡോർ തുറന്നിട്ടു, ഒരു വാതിൽ തുറന്നിട്ടു. അതുവരെ കാത്തലിക് പുരോഹിതരും ബിഷപ്പുമാരും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോകരുതെന്നും പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ഒരു ഭാഗമാണതെന്നും അങ്ങനെ ഒരു ചിന്താഗതി മൊത്തം ചർച്ചകൾ ഉണ്ടായിരുന്ന ആ സ്ഥാനത്ത് അങ്ങനെ ഒരു ആശയമല്ല പുറപ്പെടുവിക്കുന്നതെന്നും മതപരമായിട്ടുള്ള ആശയങ്ങളെക്കാൾ ഉപരിയായി ധാർമ്മികതയെ അല്ലെങ്കിൽ മോറൽ സൈക്കോളജി എന്ന് പറയുന്നത്, മോറൽ ധാർമ്മികമായിട്ടുള്ള ഒരു നിലവാരത്തിൽ ആളുകളെ വളർത്താനാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ ഉള്ള ആശയങ്ങളാണ് ഈ ജോൺ ഡോയും മറ്റ് ക്ലാരൻസസും ഒക്കെ എല്ലാവരും പങ്കുവെക്കാൻ ശ്രമിച്ചത്. അതിനുവേണ്ടി പല ബിഷപ്പുമാരെ പോയി കാണുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഈ കാത്തലിക് കോൺട്രിബ്യൂഷൻ ടു അല്ലെങ്കിൽ എയിലേക്കുള്ള ഈ കത്തോലിക്കരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തുക. അതിന്റെ ഭാഗ്യഭാഗം കൂടി നമുക്ക് ഇന്ന് പോകാം. ഇപ്പോ ഏകദേശം ഇന്നുകൊണ്ട് തന്നെ നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുക. അപ്പോ ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ പ്രൊട്ടസ്റ്റന്റിൽ നിന്നുള്ള ആളുകളെയൊക്കെ കൂടുതലായി പിന്നീട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്ക് ഇറങ്ങിയതിന് ശേഷം കൂടുതൽ കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ നമുക്ക് വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് നമ്മളുടെ ഇൻവെന്ററി, അതായത് ബുക്കിലെ 65-ാമത്തെ പേജിൽ കാണുന്ന ഇൻവെന്ററി പലപ്പോഴും കത്തോലിക്കർക്ക് അതിനു മുമ്പ് വളരെ സ്വീകാര്യമായതാണ്. കാരണം കുമ്പസാരവും മറ്റ് ഈ പറയുന്ന ധാർമ്മിക നിലവാരത്തെക്കുറിച്ചുള്ള വിലയിരുത്തലും ഒക്കെ കത്തോലിക്ക സഭ അംഗങ്ങൾക്ക് പൊതുവെ ഉള്ളതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ എളുപ്പമായും കൂടുതൽ അവർക്ക് ബോധ്യപ്പെടുന്നത് പോലെയും തോന്നി. പ്രത്യേകിച്ച് മിസ്റ്റർ ബ്രൗണിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ബിൽ ഡബ്ല്യുവിനെതിരെ സ്വന്തം ഭാര്യയോട് മറ്റൊരു ലേഡിയുമായിട്ട് ബിൽ ഡബ്ല്യുവിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞു എന്നുള്ള ആ ഒരു റിസെന്റ്മെന്റിന്റെ കണക്കെടുപ്പ് എന്നൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ അതൊരു ഡീറ്റെയിൽഡ് മോറൽ ഇൻവെന്ററി അല്ല. നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് അത് ചെറിയൊരു അവയർനെസ് മാത്രം നമുക്ക് തരുന്നുള്ളൂ. പക്ഷേ നമ്മളൊരു സ്പോൺസറുടെ സഹായത്താലത്തേക്ക് അല്ലെങ്കിൽ 12 ഒക്കെ ഇറങ്ങിയതിനു ശേഷമാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെന്ററി കടന്നു വന്നത്. എന്നാൽ ഈ ട്രഡീഷണൽ ആയിട്ട് കാത്തലിക്കിന്റെ ഇടയിൽ ഇൻവെന്ററി ഉള്ളതാണ്. പ്രത്യേകിച്ച് 7 പാപങ്ങൾ, അതായത് പ്രൈഡ്, അഹങ്കാരം, ആങ്കർ, ദേഷ്യം, എൻവി, അസൂയ, ഗ്രീഡ്, അങ്ങനെയുള്ള ലസ്റ്റ്, ഗ്ലൂട്ടണി എന്ന് തുടങ്ങിയ പാപങ്ങളൊക്കെ, അങ്ങനെയുള്ള പാപങ്ങളൊക്കെ അവർ പൊതുവെ നോക്കുകയും കുമ്പസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഈ സെൽഫ് സെർച്ചിങ്, അതായത് സ്വയം പരിശോധന സഹായിയായിട്ട് പല വിശുദ്ധന്മാരും അതിനെ കുമ്പസാരം, സെന്റ് അഗസ്റ്റിന്റെ കുമ്പസാരം എന്നോ അങ്ങനെ കുറെ വിശുദ്ധന്മാരുടെ സെന്റ് ഫ്രാൻസിസിന്റെ പ്രയറും ഇതൊക്കെ പിന്നെ ബൈബിളിലെ പല വാക്കുകളും ഒക്കെ എടുത്ത് ഇത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഉള്ളിലുള്ള വികാരങ്ങളെയും
മൂഡിനെയും ഫീലിങ്സിനെയും ഒക്കെ ഇവര് തരണം ചെയ്തുകൊണ്ടിരുന്നതാണ്. അതാണ് ധാർമ്മിക നിലവാരം നിലനിർത്താനായിട്ടുള്ള അവരെ സഹായിച്ചിരുന്നത്. അപ്പോ അതൊരു ബെസ്റ്റ് കാത്തലിക് സ്പിരിച്വൽ ടീച്ചിങ് ആണ്. അതായത് കത്തോലിക്കരുടെ ആത്മീയമായിട്ടുള്ള ഒരു പഠനം തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം. അത് അവരിൽ ഇന്നർ വർക്കിംഗ് ആണ്. ഉള്ളിലുള്ള, പ്രത്യേകിച്ച് അവരുടെ ഹൃദയം തുറന്ന് അത് അവര് പരിശോധിക്കുകയും അവർ ആത്മീയമായ വശത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയും അത് മറ്റൊരാളോട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പുരോഹിതനോട് പറയുകയൊക്കെ ചെയ്യുന്നത് അവർക്ക് കൂടുതൽ ധാർമ്മിക നിലവാരം പുലർത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ 1939 മുതൽ 40 വരെയുള്ള കാലഘട്ടം, അതായത് ഒരു വർഷം, 1939 ഏപ്രിലാണ് ബിഗ് ബുക്ക് ഇറങ്ങുന്നത്. അപ്പൊ 39 ബുക്ക് ഇറങ്ങി, അല്ലെങ്കിൽ ആ ഒരു വർഷത്തിൽ ഈ പറയുന്ന ട്രെയിനിങ്, ഈ പറയുന്ന സോൾ സെർച്ചിങ് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഈ നമ്മുടെ അപാകതകൾ കണ്ടുപിടിക്കാനുള്ള ഈ ധാർമ്മിക നിലവാര സെർച്ചിങ് പൊതുവെ മെമ്പേഴ്സ് സ്വീകരിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ആൽക്കഹോളിസം അനോണിമസിലേക്ക് കടന്നു വരുന്ന ഈ അംഗങ്ങൾ ഈ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഈ സൈഡ് കണ്ടുപിടിച്ചതുകൊണ്ട് അവർക്ക് ഈ 4th സ്റ്റെപ്പും പ്രത്യേകിച്ച് 7ാം പടിയൊക്കെ ഭയങ്കരമായിട്ട് ഇംപ്രസീവായി തോന്നി. വളരെ ആഴത്തിൽ അത് പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ അവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായി. അത് ആൽക്കഹോളിസം അനോണിമസിന്റെ പ്രോഗ്രാമിനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫാഷനാക്കി മാറ്റി. കാരണം അംഗങ്ങളായിട്ട് വരുന്ന അംഗങ്ങൾ അവർ ധാർമ്മിക നിലവാരം പരിശോധിക്കാനും അതിൽ ഊന്നി ജീവിക്കാനും ശ്രമിച്ചു തുടങ്ങി. അപ്പോ നമുക്ക് ആദ്യകാലത്തെ മെമ്പർഷിപ്പ് നോക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ്. കാരണം 1935 മുതൽ 39 വരെ ഉണ്ടായിരുന്ന മെമ്പർഷിപ്പ് ഏകദേശം 20 ടൈംസ് ലാർജറാണ്. പക്ഷേ പിന്നീട് ഈ കത്തോലിക്കരായിട്ടുള്ള അംഗങ്ങളുടെ മെമ്പർഷിപ്പ് വരാൻ തുടങ്ങിയിട്ട് അത് 750 ടൈം ലാർജറായി മാറി. അതിന് ഞാൻ കണക്ക് എടുത്തിട്ടുണ്ട്. അതിന്റെ കണക്ക് 1935 വെറും 5 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. 1935 മുതൽ 39 വരുന്ന 4 വർഷങ്ങളിൽ 100 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് നമ്മുടെ ബിഗ് ബുക്ക് ഇറങ്ങുകയും അതോടൊപ്പം ഒരു എൻട്രി കത്തോലിക്ക സഭയിൽ നിന്ന് നമ്മൾക്ക് തരികയും ചെയ്തപ്പോൾ 1939 മുതൽ 1949 വരെ 75,625 മെമ്പേഴ്സ് ഉണ്ടായി. 1939 മുതൽ 1959 വരെയുള്ള അടുത്ത 10 വർഷങ്ങളിൽ 1,51,606 മെമ്പേഴ്സ് ഉണ്ടായി. അടുത്ത 10 വർഷം എന്ന് പറഞ്ഞാൽ 1959 മുതൽ 1969 വരെ 2,97,077 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോ ബിഗ് ബുക്കിന്റെ പ്രസിദ്ധീകരണം ഒരു പക്ഷേ നമുക്ക് പറയാമെങ്കിലും ഒരു ആർഗ്യുമെന്റിന് നിൽക്കുന്നില്ല എങ്കിൽ കത്തോലിക്കരുടെ പ്രവേശനം കൂടി അത് ഫ്ലഡാക്കി എന്ന് വേണം. ഒരു വെള്ളപ്പാച്ചിൽ പോലെ, കൂണ് പോലെ മുളച്ചു മുങ്ങാനായിട്ട് സഹായിച്ചു എന്ന് വേണം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പം ഈ നമ്മളുടെ ഒരു വിഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ, അതായത് കത്തോലിക്കരുടെ എന്നോ പ്രൊട്ടസ്റ്റന്റ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലീജിയസ് ഗ്രൗണ്ടിൽ ഇല്ലാത്ത ഒരു നെഗറ്റീവ് എഫക്റ്റ് അങ്ങനെ വരാത്ത ഒരു മെമ്പർഷിപ്പിന്റെ ഗ്രോത്ത് ആണ് ആൽക്കഹോളിസം അനോണിമസിന് ഉണ്ടായത്. അപ്പം പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നമ്മള്. ട്രഡീഷണൽ ആയിട്ട് വരുന്ന കത്തോലിക്ക ടെക്നിക്സോ പ്രയറും മെഡിറ്റേഷനും അല്ലെങ്കിൽ ധാർമ്മിക നിലവാരങ്ങളും ഒക്കെ നമ്മൾ ഒരു പക്ഷേ ഈ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അംഗങ്ങള് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്ത 4 വർഷം, അതായത് 1977 എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ 1977 മുതൽ 2007 വരെയുള്ള 8.1 ഇയേഴ്സ് ദ ഹിസ്റ്ററി ഓഫ് റോമൻ കത്തോലിക്, ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ദ ഹിസ്റ്ററി ഓഫ് റോമൻ കത്തോലിക്സ് ഇൻ ഏർലി ആൻഡ് ദ സ്റ്റോറി ഓഫ് ദ ഗ്രേറ്റ് ടീച്ചേഴ്സ് ആൻഡ് ലീഡേഴ്സ് ഹും ദ കാത്തലിക് ചർച്ച് കോൺട്രിബ്യൂഷൻ ടു ദ മൂവ്മെന്റ്. അതായത് നമുക്ക് പിന്നീടുള്ള 1977 മുതൽ ഉള്ള വർഷങ്ങളുടെ കണക്കെടുക്കുമ്പോൾ സിസ്റ്റർ ഇഗ്നേഷ്യയും ഫാദർ എഡ് ഡൗളിങ്ങും ഫാദർ റാൽഫും ഫാദർ ജോൺ സി ഫോർഡും ഫാദർ ജോസഫ് മാർട്ടിനും ഫാദർ ഡോക്ടർ ഓസ്റ്റിൻ റിപ്ലയും ഡോക്ടർ ഏണസ്റ്റ് ക്രുട്സും എന്നൊക്കെ പറയുന്ന കത്തോലിക്കരായിട്ടുള്ള അംഗങ്ങൾ നമ്മൾക്ക് വലിയ ഒരു സംഭാവന, അത് ഇവരൊക്കെ ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. എയുടെ ഉള്ളിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. ആ പേരുകൾ അവര് നമുക്ക് ഒരുപാട് സംഭാവന നൽകി. പ്രത്യേകിച്ച് സ്നേഹത്തിന്റെയും ക്ഷമയുടെയും സഹനത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും ഒക്കെ ഒരു വലിയ മാതൃകയാണ് അവർ നമുക്ക് കാണിച്ചു തന്നത്.
അപ്പോൾ പ്രത്യേകിച്ച് ആൽക്കഹോളിസത്തിന്റെ പഠനങ്ങൾ നല്ലൊരു മനുഷ്യനായി ജീവിക്കാനായിട്ടുള്ള ഒരുപാട് പഠനങ്ങളാണ് അത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഈ ഈ പാതകൾ ഉപയോഗിച്ചുകൊണ്ട്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പാതകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു മതപരമായ യുദ്ധത്തിന് തയ്യാറായായിരുന്നു. ഒരു റിലീജിയസ് വാർസും ൽ ഉണ്ടാകാറില്ല. ഞാനാണ് വലുത്, അല്ലെങ്കിൽ ഞങ്ങളാണ് കൂടുതൽ, അവരാണ് കൂടുതൽ, അങ്ങനെയൊന്നും ഇവിടെ പറയാറില്ല. അപ്പൊ നമ്മളുടെ കണ്ണുകൾക്ക് മുമ്പിലുള്ള ചില കാഴ്ചകളെയാണ് നമ്മൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് പല 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 അതായത് കൗണ്ട്ലെസ് ഫ്ലവേഴ്സ് ഇൻ ഗ്രേസ് എന്ന് വെച്ചാൽ ഒരുപാട് പൂക്കളുണ്ടായ ഒരു വലിയ ഗാർഡൻ ആണ് നമ്മുടെ. അപ്പൊ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പൊ അടുത്തതായിട്ട് ഞാൻ കത്തോലിക്കരുടെ ഇത് കഴിഞ്ഞിട്ട് പ്രൊട്ടസ്റ്റന്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ടു എ എന്ന് പറയുന്ന ചരിത്രകാരന്മാരുടെ ഒരു പേജാണ് നോക്കുക. അപ്പൊ in spite of what appeared to be almost diametrically opposite the theological beliefs to traditional Catholicism on so many issues, the liberal Protestants were able, in fact, to give something very important to the Roman Catholicism, the Alcoholics Anonymous movement. അപ്പൊ അവരും പ്രൊട്ടസ്റ്റന്റുകാരും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മൂവ്മെന്റിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. There were many Catholics alcoholics who had violated some of the church's moral rules when they were still drinking. അതായത് പള്ളികളിലെ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന കത്തോലിക്കരായിട്ട് അംഗങ്ങള് പലപ്പോഴും ഈ പള്ളികളിലെ റൂളുകൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇൻ വേസ് വിച്ച് ലെഫ്റ്റ് ദം ടു ഫ്രൈറ്റൻ ടു കം ബാക്ക് ടു ഗോഡ് ആൻഡ് ദ ചർച്ച്. ഈ ഇങ്ങനെയുള്ള കത്തോലിക്കര് പള്ളിയിലേക്ക് തിരിച്ചു പോകാനായിട്ട് പ്രത്യേകിച്ച് ദൈവഭയം ഉള്ളതുകൊണ്ടും പള്ളിയിൽ കയറ്റുമോ എന്നുള്ള ഭയം ഉള്ളതുകൊണ്ടും അവർ പലപ്പോഴും അഭയചകിതരായിരുന്നു. ദിസ് ഈസ് എ സ്റ്റോറി വിച്ച് വൺ ഹിയർഡ് ഫ്രം റിക്കവറിംഗ് കാത്തലിക് ആൽക്കഹോളിക്സ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ഇൻ എ മീറ്റിംഗ്. ഇതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗുകളിൽ പലപ്പോഴും നമ്മൾ പിന്നീട് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരുന്നത്. ബിലീവിംഗ് ദാറ്റ് ഗോഡ് ഹാഡ് ടോട്ടലി ആൻഡ് ഇറപ്റ്റബിളി കണ്ടാമിനേറ്റഡ് ദം ടു ദി എറ്റേണൽ ഹെൽ. അതായത് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ദേ ഫെൽ ഇൻടു ഡിസ്പെയർ ആൻഡ് സിൻഡ് ഓൾ ദ മോർ. അതുകൂടാതെ അവർക്കൊരു പാപബോധവും അല്ലെങ്കിൽ പാപബോധം ഉള്ളതുകൊണ്ട് അവര് മറയ്ക്കപ്പെട്ടു. ബിലീവിംഗ് ദാറ്റ് ദേ വേർ ഡൂംഡ് എനിവേ. അവരെ പാപത്താൽ മുങ്ങി താഴപ്പെട്ടു എന്ന് അവർ വിശ്വസിച്ചു. ഓൾ ദേ കുഡ് സീ വാസ് ദ implacable figure of Christ on his judgment seat, with a handful of souls being lifted by angels up to heaven. അപ്പോ പാപം ചെയ്യാത്തവര് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്നും അല്ലാത്തവര് നരകത്തിൽ പതിക്കപ്പെടുമെന്നുള്ള ഒരു ചിന്തയിലാണ് അവരുണ്ടായിരുന്നത്. ബട്ട് വിത്ത് മോസ്റ്റ് ഓഫ് ദ പുവർ പീപ്പിൾ ഇൻ ദാറ്റ് ഓഫുൾ സീൻ ബീയിങ് ഡ്രാഗ്ഡ് ഡൗൺ ടു ദ ഫ്ലെയിംസ് ഓഫ് ഹെൽ ബൈ ലോത്ത്സം ഡെമോൺസ്. അപ്പൊ നമുക്കറിയാം പാപം ചെയ്യുന്നവർ നരകത്തിൽ പോകുന്നൊക്കെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. ഞാനും ഒരു കത്തോലിക്കാണ്. അപ്പൊ ഞങ്ങൾ കാറ്റഗിസത്തിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള വലിയ ചിന്തകളാണ് പലപ്പോഴും ഇവർക്ക് ഒരു ഇൻസൈഡ് ഫിയർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് പുരോഹിതരോടൊരു ഫിയർ ഉണ്ടായി, കാത്തലിക് ചർച്ചിനോടൊരു ഭയം ഉണ്ടായി. അപ്പോ ഇത്തരം അറിവുകൾ അല്ലെങ്കിൽ ഇത്തരം പഠനങ്ങൾ അവരെ നയിച്ചത് വഴക്കു പറയില്ല, അതായത് അച്ഛൻ വഴക്കു പറയുന്നുള്ള പേടി, അല്ലെങ്കിൽ ഒരു നിരാശയിലേക്ക്, അല്ലെങ്കിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു തോന്നലിലേക്കൊക്കെയാണ് അവരെ പറഞ്ഞു വിട്ടത്. പക്ഷേ എ ഗോഡ് ഹു റെഫ്യൂസ്ഡ് ടു ഫോർഗീവ് എനിബഡി വാസ് സർട്ടൻലി നോട്ട് പാർട്ട് ഓഫ് എനി ഗുഡ് കാത്തലിക് ടീച്ചിങ്. അതായത് ദൈവം ക്ഷമിക്കും എന്നുള്ള ഒരാശയം ഇവരില് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് കൂടുതലായി അവരുടെ പഠനങ്ങളിൽ പറയുന്നത്. ഗോഡ്സ് ഫോർഗിവ്നെസ് ആൻഡ് ഹീലിംഗ് ലവ്, അതായത് ദൈവ സ്നേഹത്താൽ നമ്മൾക്ക് ക്ഷമിക്കപ്പെടുമെന്നോ. But unless the priest was an alcoholic himself, even the kindest and gentlest Catholic priest in the world was not going to be able to get close enough to the frightened Catholic alcoholics to give them that message. അപ്പൊ ഒരു പ്രീസ്റ്റ് ആയിട്ടുള്ള ആൽക്കഹോളിക് ചിന്തിക്കുന്നത് പോലും ഇത്തരം ഫ്രൈറ്റൻഡ് ആയിട്ടുള്ള വലിയ പേടിപ്പെടുത്തുന്ന ആശയങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ദ ലിബറൽ പ്രൊട്ടസ്റ്റന്റ് ഓഫ് ദ ഏർലി 20th century. അപ്പൊ ഈ ലിബറൽ പ്രൊട്ടസ്റ്റന്റ് ആയിട്ടുള്ള 20ാം നൂറ്റാണ്ടിലെ ആളുകള് സം എക്സ്ട്രീംലി എഫക്റ്റീവ് വേസ് ഓഫ് റീച്ചിങ് ഔട്ട് ടു പീപ്പിൾ ഹു വെയർ ഫ്രൈറ്റൻഡ് ടു ഡെത്ത് ഓഫ് ഗോഡ്. അപ്പൊ അവര് ഇങ്ങനെ ദൈവത്തെ ഭയപ്പെട്ടിരുന്ന ആളുകളുടെ ഇടയിലേക്ക് വളരെയധികം വർക്ക് ചെയ്യുകയും
റിയാലിറ്റിയിലേക്ക് ഒരു മനുഷ്യന്റെ ആത്മാവിനെ കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുകയും അങ്ങനെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ബിറ്റ് ബൈ ബിറ്റ് ചെറിയ ചെറിയ പഠനങ്ങളാൽ അവർക്ക് ദൈവം സുഖപ്പെടുത്തി തരുമെന്നും നമ്മുടെ കരച്ചിലുകൾ മാറ്റി തരുമെന്നും നമുക്ക് ചിരി തിരിച്ചു കൊണ്ടുപോയി തരുമെന്നും ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ടെക്നിക്ക് അവർ വർക്ക് ചെയ്തപ്പോ ആ ഹീലിങ്ങിന്റെ അല്ലെങ്കിൽ സുഖപ്പെടുത്തലിന്റെ കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുത്തപ്പോ ഈ ചെറുപ്പം മുതലുള്ള ചൈൽഡ്ഹുഡ് ഫിയേഴ്സ്, അതായത് ഇങ്ങനെ പഠിപ്പിക്കുന്ന മതപരമായിട്ടുള്ള ഈ കുട്ടിക്കാലത്തെ ഭയങ്ങൾ അവരെ വിട്ടുപിരിഞ്ഞു പോയി. നരകത്തിന്റെ അല്ലെങ്കിൽ തീയിൽ എറിയപ്പെടുമെന്നുള്ള നരക ഭയം അവർക്ക് വിട്ടുപോയി. അങ്ങനെ അവര് പലപ്പോഴും 19-ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിലെയോ വളരെയധികം ടീച്ചേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളിൽ നിന്നും മാറി ചിന്തിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ആൽക്കഹോളിക്സ് അനോണമസ് അവർക്ക് ഒരു നല്ല കാത്തലിക്കായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനായിട്ട് സഹായിച്ചു എന്നാണ് ഇവിടെ പറയാം. അപ്പോ കാത്തലിക് പ്രീസ്റ്റ് ആയിട്ടുള്ള ജോൺ ഡോ പോലുള്ള ആളുകള് നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള സഹായം നൽകി. അവര് നമുക്കറിയാം, ജോൺ ഡോ ഒക്കെ ഒരു വർഷം 70,000 മൈലൊക്കെയാണ് സഞ്ചരിച്ചാണ് ആൽക്കഹോളിക്കുകളുടെ അടുത്ത് എത്തുകയും എൻകറേജ് ചെയ്യുകയും പ്രത്യേകിച്ച് പുരോഹിതരായിട്ടുള്ള ആളുകളെ എല്ലാം ഒരു സ്പിരിച്വൽ ടീച്ചിങ് നൽകി വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് കൊണ്ടുവരാനും, അങ്ങനെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം മാത്രമല്ല, ഇത് ലോകം മുഴുവനുള്ള ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് മദ്യാസക്തി എന്ന് പറഞ്ഞു കൊടുക്കാനും അവർ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റിലും കാനഡയിലും അനേകം ചർച്ചുകൾ ഈ പറയുന്ന ദൈവത്തിന്റെ ഈ ശിക്ഷ, അതായത് ആരാണ് ദൈവത്താൽ ശിക്ഷിക്കപ്പെടുന്നത്, ആരാണ് ദൈവത്താൽ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നത് എന്നുള്ള ചിന്തകളൊക്കെ പറയാനും പഠിപ്പിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഇറ്റ് മസ്റ്റ് ബി നോട്ടീസ്ഡ് വൺസ് അഗൈൻ ദാറ്റ് നോ മാറ്റർ ഹൗ ഹാർഡ് വി വർക്ക് ടു ട്രൈ ടു പ്രസന്റ് കൺഫണ്ടിങ് ഇമേജ് സച്ച് ആസ് ഡെപിക്റ്റേഷൻസ് ഓഫ് ദ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്. അപ്പൊ ജീസസിന്റെ ഒരു കാര്യങ്ങളാണല്ലോ ഇത് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പല വിശുദ്ധന്മാരും പല രീതിയിൽ ദൈവഭയം, അതായത് നരകത്തിൽ എറിയപ്പെടുമെന്നുള്ള ഭയത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ തുടങ്ങി. പ്രത്യേകിച്ച് അത് അക്രോൺ മാനുവൽ എന്ന് പറയുന്ന അക്രോണിലെ നമുക്കറിയാവുന്ന ആദ്യത്തെ മീറ്റിങ്ങില് ഇവര് ഈ ആൽക്കഹോളിക്സ് അനോണമസിന്റെ ബുക്ക് വായിക്കാനും പല ഓതേഴ്സിന്റെ ഹെൻറി ഡമണ്ട്, എമൻ ഫോക്സ്, ജെയിംസ് അലൻ, അങ്ങനെ തുടങ്ങിയ അനേകം പേരുടെ 10-14 പുസ്തകങ്ങളൊക്കെ വെക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അക്രോൺ മാനുവലിലാണ് എന്താണ് യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്നുള്ള ഒരാശയം നമുക്ക് AA മെമ്പേഴ്സിന് നമുക്കറിയാം. ആദ്യത്തെ തന്നെ 1942 ആണ് ആദ്യത്തെ പാംലെറ്റ് നമുക്ക് ഇറങ്ങിയത്. അതിന്റെ പേരാണ് ദ അക്രോൺ മാനുവല്. ആ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ദൈവത്തോടുള്ള സമീപനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഗോഡിനെ കുറിച്ചുള്ള നമ്മുടെ ആശയങ്ങളെക്കുറിച്ചും പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസ് എന്നുള്ള ആശയങ്ങളെക്കുറിച്ചും ഒക്കെ കൂടുതൽ പ്രാർത്ഥനയെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും ഒക്കെ ഉള്ള കൂടുതൽ അവയർനെസ് നൽകുകയൊക്കെ ചെയ്തു. അപ്പം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് ക്ലേവ്ലാൻഡ് ഗ്രൂപ്പ് വേർപിരിഞ്ഞപ്പോ റവറൻ ഡെൽവൺ ലോപ്റ്റൺ എന്ന് പറയുന്ന റോമൻ കത്തോലിക് അച്ഛൻ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫാദറാണ്. അദ്ദേഹം കത്തോലിക്കരായിട്ടുള്ള ആളുകളെ ഇത്തരം AA മീറ്റിങ്ങിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കുകയും അവരുടെ ഡോക്ട്രൈനായിട്ടുള്ള, അതായത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പഠനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അവരോട് വളരെയധികം നോ കോണ്ടാക്ട് അറ്റ് ഓൾ എന്നാണ്. അപ്പൊ ഒരിക്കലും ബന്ധപ്പെടാത്ത തരത്തിൽ ഈ നമുക്ക് AAയുടേതായ ടീച്ചിങ്സ് കൊടുക്കാനായിട്ട് ശ്രമിച്ചു. ഡോക്ടർ ബോബൊക്കെ അണ്ടർ പ്രഷറിലായിരുന്നു. കാരണം അവര് ദീർഘകാലം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് പഠിച്ചു വന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ നിന്ന് അടർത്തിക്കൊണ്ടുവന്ന പല ആൽക്കഹോളിക്കിന്റെ ഇടയിലേക്ക് അവിടെ പോകരുതെന്നും നമ്മളുടെ പഠനങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകണമെന്നും ഒക്കെ പറഞ്ഞപ്പോ പലപ്പോഴും ടി ഹെൻറിയുടെയും ക്ലാരൻസ് വില്യംസിന്റെയും വീടുകളിൽ നടന്ന മീറ്റിംഗിൽ പോകാതെ അവർ നടത്തിയിരുന്ന AA മീറ്റിംഗിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള, നമുക്കറിയാം അതൊക്കെ വലിയ ക്രൈസിസ് ആയി അവർക്ക് മാറി. പക്ഷെ റെവറൻഡ് ഡെൽവർത്ത് ലുപ്റ്റൺ ഫസ്റ്റ് യൂണിറ്റേറിയൻ ചർച്ചിന്റെ
ക്ലേവലാൻഡിലെ പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം പോസിറ്റീവ് വഴിക്കാണ് പെട്ടെന്ന് തന്നെ ഇതിനോട് പ്രതികരിച്ചത്. അതായത് സുവിശേഷം പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരിയായി ആൽക്കോളിക്സ് അനോണിമസിന്റെ മൂവ്മെന്റിനെ അയാൾ പ്രൈസ് ചെയ്തു. അദ്ദേഹം പലപ്പോഴും അവിടുത്തെ ഇടവക അംഗങ്ങളോട് ആൽക്കോളിക്സ് അനോണിമസിലെ അംഗങ്ങളുമായി സഹകരിക്കണമെന്നും അതിനുശേഷം ക്ലാരൻസ് എസിന്റെ മിസ്റ്റർ എക്സ് ആൻഡ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഒരു പാംലെറ്റ് ഉണ്ട്. ആ പാംലെറ്റ് വായിക്കണമെന്നും ക്ലാരൻസ് സെന്ററിന്റെ ജീവിതകഥ അതിനകത്ത് പറയുന്നുണ്ട്. മിസ്റ്റർ എക്സ് എന്നുള്ള അനോണിമിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് മിസ്റ്റർ എക്സ് എന്നാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും ക്ലാരൻസ് എസിന്റെ കഥയാണ്. അപ്പൊ അത് വായിക്കണമെന്നും അവരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ക്ലേവ്ലാൻഡിലും അക്രോണിലും ഈ പാംലെറ്റ് ഇറങ്ങിയതിനു ശേഷം വൈഡ് സ്പ്രെഡ് ആയിട്ട് ആൽക്കോളിക്സ് അനോണിമസിന്റെ ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അവരുടെ വേരിയസ് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അവര്. പലതരത്തിലുള്ള ആളുകളുണ്ട്, പല റിലീജിയനിലുള്ള ആളുകളുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഈ റവറൻ ലൂപ്റ്റന്റെ ഈ പാംലെറ്റിന്റെ ിലൂടെയുള്ള വിശദീകരണം വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ആത്മീയ സ്പിരിച്വൽ ഡിപ്പെൻഡൻസിലേക്ക് ആളുകളെ കൊണ്ടുവരാനായിട്ടും ഒരു യൂണിവേഴ്സാലിറ്റി, അതായത് സാർവപ്രപഞ്ചിക തത്വം പോലെ അല്ലെങ്കിൽ സാർവത്രികമായിട്ട് ഉള്ള വരുന്ന കുറെ തത്വങ്ങൾ അദ്ദേഹം പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇൻസ്റ്റെഡ് ഓഫ് സുവിശേഷ പ്രചരണത്തിന് ഉപരിയായിട്ട് ഇങ്ങനെ ഒരുപാട് ആളുകള്, ഫ്രഞ്ച് ആയിട്ടുള്ള ആളുകള്, അമേരിക്കൻ, ഡച്ച്, അങ്ങനെ ഒരുപാട്, ചൈന, ജപ്പാൻ, പ്രത്യേകിച്ച് ഇന്ത്യ, ഇവിടെ എല്ലാം ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോ അങ്ങനെ റോമൻ കത്തോലിക്കരുടെ ഇടയിൽ നിന്ന് ഒരു ഫ്ലഡാണ് ആൽക്കോളിക്സ് അനോണിമസിലേക്ക് ഉണ്ടായത്. ഈ ആൽക്കോളിക്സ് അനോണിമസ് ഒരു മതപരമായ സംഘടനയല്ല എന്നും അത് ഒരു സെക്ടറുമായിട്ട് അലൈഡ് ചെയ്യുന്നില്ല, ബന്ധപ്പെടുന്നില്ല എന്നും ഒരു പർട്ടിക്കുലർ ഡിനോമിനേഷൻ ഇല്ല എന്നും ഒക്കെ അവര്, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബാരിയേഴ്സ്, അതിർത്തി പരമ്പുകൾ ഇല്ല എന്നും ഒരു റിലീജിയൻസിന് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് അഗെയിൻസ്റ്റ് അല്ല എന്നും ഉള്ള ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടിയതാണ് നമുക്ക് ഈ റോമൻ കത്തോലിക്കരിൽ നിന്ന് നല്ലൊരു ഫ്ലഡ് ആൽക്കോളിക്സ് അനോണിമസിലേക്ക് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. ഇന്ത്യാനാപോളിസിലെ ഒക്ടോബർ 28, 1940 ആദ്യത്തെ ഗ്രൂപ്പ് തന്നെ ഐറിഷ് കാത്തലിക് ആയിട്ടുള്ള ഡൊഹർട്ടി ഷിറിൻ ആണ് തുടങ്ങിയത്. അപ്പൊ നമ്മളത് ഓർക്കുന്നുണ്ട്. ജോൺ ഡോനെ എന്ന് പറയുന്ന അച്ഛനെ നമ്മുടെ AA മീറ്റിങ്ങിന് കൊണ്ടുവന്ന ആദ്യത്തെ AA മെമ്പറാണ് ഡൊഹർട്ടി ഷിറിൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ചില അദ്ദേഹം ഈ AA കുറിച്ചുള്ള ചില അഡ്വർടൈസ്മെന്റുകൾ കത്തോലിക്ക ചർച്ചുകളിൽ പരസ്യം ചെയ്യാനായിട്ട് കാത്തലിക് ചർച്ച് ആ സിറ്റിയിലെ, ആ നഗരത്തിലെ കത്തോലിക്ക ചർച്ചുകൾ അദ്ദേഹത്തെ അനുവദിച്ചു. അതൊരു തെളിവാണ്. കാരണം പിന്നീട് തുറന്ന ഒരു വാതിലായി അത് AAക്ക് വന്നു. കാരണം പരസ്യമായിട്ട് ആൽക്കോളിക്സ് അനോണിമസിന്റെ പരസ്യം അവിടെ വെക്കാനായിട്ട് അവിടുത്തെ ചർച്ചിലെ ആളുകൾ സമ്മതിച്ചു എന്നുള്ളതാണ്. അപ്പം ഇതും ആൽക്കോളിക്സ് അനോണിമസിന് അംഗങ്ങൾക്ക്, റോമൻ കത്തോലിക്കരായിട്ട് അംഗങ്ങൾ ആൽക്കോളിക്സ് അനോണിമസിനെ വിശ്വസിക്കാനും ആൽക്കോളിക്സ് അനോണിമസിലേക്ക് വരാനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഒക്ടോബർ 30, 1940 AA 25% കത്തോലിക്കരായിട്ട് മാറി 1940 ആയപ്പോഴത്തേക്കും. അപ്പോ ഇത്തരം മെത്തേഡുകൾ അല്ലെങ്കിൽ ഇത്തരം മൂവ്മെന്റുകൾ നമ്മളെ വളരെ പെട്ടെന്ന് തന്നെ ഈ എഡ് ഓളിങ് അല്ലെങ്കിൽ അങ്ങനെ പല പല അച്ഛന്മാരെ ഈ പറയുന്ന നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആകർഷിക്കപ്പെട്ടപ്പോൾ നമുക്കറിയാം, എഡ് ഓളിങ് നമ്മുടെ ബിൽ ഡബ്ല്യുവിന്റെ തന്നെ ആത്മീയ ഗുരുവാണ് അല്ലെങ്കിൽ സ്പോൺസറാണ്. അദ്ദേഹത്തെ കാണാനും ബിൽ ഡബ്ല്യുവിനെ കാണാൻ, ബിഗ് ബുക്ക് വായിച്ചതിന് ശേഷം ബിൽ ഡബ്ല്യുവിനെ കാണാൻ പോകുന്ന കഥയൊക്കെ കംസ് ഓഫ് ഏജിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ ജോൺ ഡോയാണ് പിന്നീട് വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു കത്തോലിക്ക പുരോഹിതൻ നമ്മൾക്ക് വന്നത്. അങ്ങനെ അദ്ദേഹം സോബറായി ഒരുപാട് നാളുകൾ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ AAക്ക് വേണ്ടിയിട്ട് സഹായഹസ്തമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പൊ ചില ക്ലാസ്സുകൾ 1943 ചില ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ചില ക്ലാസ്സുകൾ ജോൺ ഡോ നടത്തിയിരുന്നു. അതിന്റെ പ്രിന്റഡ് വേർഷനൊക്കെ വാഷിങ്ടൺ DC പിന്നീട് പാംലെറ്റ് രൂപത്തിലും നോട്ട് രൂപത്തിലും ഒക്കെ വിതരണം ചെയ്തിരുന്നു അവര്. അപ്പം പ്രത്യേകിച്ച് കത്തോലിക്കരുടെ എക്സ്പ്ലനേഷൻ എന്താണ് AA ആയിട്ടുള്ള, പ്രത്യേകിച്ച് ആൽക്കോളിക്സ് അനോണിമസിന്റെ 5th സ്റ്റെപ്പിനോടായിരുന്നു അവർക്ക് ഒരു എതിർപ്പ്. കാരണം പുരോഹിതരായിട്ടുള്ള പാപമോചിക്കാൻ കഴിവ് നേടിയിട്ടുള്ള ആളുകളിൽ നിന്ന് വേണം
എന്നുള്ളതാണ് കത്തോലിക്ക വിശ്വാസം. അതിന്റെ ഒരു വലിയ വിശദീകരണം ജോൺഡോ 5th സ്റ്റെപ്പിനെ കുറിച്ച് നൽകിയ പാമ്പലെറ്റുകളും അതുപോലെ തന്നെ കത്തോലിക്കരുടെ റെഗുലർ ആയിട്ടുള്ള വീക്കിലി കൺഫെഷനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ആൽക്കോളിസം എന്താണ് ഈ കൺഫെഷനെ കുറിച്ച് വിശദീകരിക്കുന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും ഉള്ള ഒരു പഠനം അദ്ദേഹം കൊടുക്കുന്നതാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് USA-യിലും കാനഡയിലും വളരെ പെട്ടെന്ന് ഇത് മൂലം സ്പ്രെഡായി. കാരണം ഇവരുടെ ഈ മേജർ കാത്തലിക് സ്പിരിച്വാലിറ്റിനേക്കാൾ ഉപരിയായി അല്ലെങ്കിൽ ഒരു തിയോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ചിനേക്കാൾ ഉപരിയായിട്ട് സ്പിരിച്വൽ ടൂൾസുകൾ ആളുകൾ ഉപയോഗിക്കുന്നതായി എല്ലാവർക്കും ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഈ പറയുന്ന സിസ്റ്റർ ഇഗ്നേഷ്യം നമ്മളെ സഹായിച്ചിട്ടുള്ള ആളാണ്. അവര് 1940 നമുക്ക് വേണ്ടിയിട്ട് ഡോക്ടർ ബോബിനൊപ്പം സെന്റ് തോമസ് ഹോസ്പിറ്റലില് സിസ്റ്റർ ആയിട്ടുള്ള സുപ്പീരിയർ സിസ്റ്റർ ആയിട്ടുള്ള ക്ലെമന്റൈൻ ആണ് സിസ്റ്റർ ഇഗ്നേഷ്യോട് മധ്യാസക്തിനെ സഹായിക്കണം ആയിട്ട് അവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് എ ബേസ്ഡ് ആൽക്കഹോളിസം ട്രീറ്റ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ആൽക്കഹോളിസത്തിന്റെ ബേസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രോഗ്രാം സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോ ഇവരൊക്കെ ഈ സിസ്റ്റേഴ്സിനൊക്കെ ഒരു കേന്ദ്ര ഉദ്ദേശം ഉണ്ടായിരുന്നു. അവര് ഒരു കാത്തോലിക്ക റിലീജിയസ് ഓർഡറിൽ ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ കത്തോലിക് മതപരമായിട്ടുള്ള ഓർഡറിൽ ജീവിക്കുന്നവരാണെങ്കിലും ഇത് ഈ പറയുന്ന അഡ്മിറ്റഡ് ആയിട്ട് വരുന്ന പേഷ്യൻസിന് യാതൊരുവിധ മതപരമായ അഫിലിയേഷൻ കൊടുക്കരുതെന്നും അവർക്ക് ഒരു അഫിലിയേഷൻ റിലീജിയസ് ആയിട്ടുള്ള ഏതെങ്കിലും മതപരമായിട്ട് അഫിലിയേഷനേക്കാൾ ഉപരിയായി മദ്യാസക്തിയിൽ നിന്ന് മോചിതനാക്കി ഒരു നല്ലൊരു മെമ്പറായി സൊസൈറ്റിയിലേക്ക് പറഞ്ഞു വിടുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പ്രോഗ്രാം 12 സ്റ്റെപ്പ് പ്രോഗ്രാം പോലെയുള്ള നല്ല പ്രോഗ്രാം മനസ്സിലാക്കി പറഞ്ഞു വിടുന്ന തരത്തിലേക്ക് മാറ്റണമെന്നും അവരെല്ലാം നിർബന്ധമായിട്ട് ചിന്തിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ US ആൻഡ് കാനഡയില് പെട്ടെന്ന് ഈ പറയുന്ന നമ്മുടെ പ്രോഗ്രാം റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. അപ്പം പിന്നീട് 1940-കൾക്ക് ശേഷം ആൽക്കഹോളിസം അനോണിമസിനുണ്ടായ വളരെ വലിയ വളർച്ചയുടെ ബേസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പം ഈ ക്ലേവ്ലാൻഡിലെ കാത്തലിക്സ് ആയിട്ടുള്ള ആളുകളും സിസ്റ്റർ ഇഗ്നേഷ്യയും ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് ആളുകളെ വേർതിരിപ്പിച്ച് നമ്മൾക്ക് ആൽക്കഹോളിസം അനോണിമസിൻ്റെതായ അല്ലെങ്കിൽ ആൽക്കഹോളിസം അനോണിമസിൻ്റെതായ തത്വങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിച്ചിരുന്നവരിൽ ആളുകളാണ്. പിന്നീട് നമുക്കറിയാം ടി ഹെൻറിയുടെയും മറ്റ് വീടുകളിൽ നടന്ന ഗ്രൂപ്പ് മീറ്റിങ്ങുകളിൽ, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിങ്ങുകളിൽ അവർ പോകാതെയാകുകയും അത്തരം ഗാദറിങ്ങൾക്ക് ഉപരിയായി ഡോക്ടർ ബോബിന്റെ വീട്ടിൽ ആദ്യം അവർ തുടങ്ങി. പിന്നീട് അവര് ഒരു പള്ളി സെന്റ് പോൾ എന്ന് പറയുന്ന ഒരു ചർച്ചിലേക്ക് അവരുടെ മീറ്റിങ്ങുകൾ മാറ്റി. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്. അപ്പൊ ഇതിനകത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മള് ഒരു സ്ഥലത്തു നിന്നും ബ്രേക്ക് ചെയ്ത് പോകുന്നതല്ല. നമ്മളിവിടെ ഒരു യൂണിവേഴ്സാലിറ്റി, അതായത് പൊതുവായിട്ടുള്ള എല്ലാവർക്കും സ്വീകാര്യമായ ചില തത്വങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് അവർ ഒരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഒരു റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയൻ ബേസ്ഡ് ആയതുകൊണ്ടും നമ്മൾ അവിടെ നിന്ന് വേർപെടേണ്ടി വന്നതാണ്. അല്ലാതെ അവിടെ നിന്ന് എന്തെങ്കിലും പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നതല്ല. അപ്പം അതുകൊണ്ടാണ് ഡോക്ടർ ബോബും ക്ലാരൻസസും ഒക്കെ ഉണ്ടായ ചില തർക്കങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അവര് പറഞ്ഞു നമ്മൾ സ്വന്തമായിട്ടൊരു മീറ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്. പിന്നീട് ക്ലേവ്ലാൻഡ് ഗ്രൂപ്പ് ആദ്യമേ അവിടെ നിന്ന് വേർപെട്ടു. പക്ഷെ ഗ്രാജുവലി ആക്രോൺ ഗ്രൂപ്പും ആൽക്കഹോളിസം അനോണിമസിൻ്റെതായ രീതിയിൽ മാറ്റപ്പെടുകയും ചെയ്തു. ഇപ്പൊ പിന്നീടാണ് ന്യൂയോർക്ക് ഗ്രൂപ്പുകാർ അവിടെ പോകാതായത്. അപ്പോൾ ബിൽഡബ്ല്യൂയും ലൂയിസും ഒക്കെ സ്ഥിരമായി മീറ്റിംഗിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. അവർ പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്ന് മാറി കുടിയന്മാർക്ക് മാത്രമായിട്ടുള്ള മീറ്റിംഗ് ബില്ല് ലൂയിസും ക്ലിന്റൺ സ്ട്രീറ്റിൽ അപ്പാർട്ട്മെന്റിൽ അവരുടെ വീട്ടിലാണ് ആദ്യം തുടങ്ങിയത്. 1937 ഓഗസ്റ്റിലാണ് ആദ്യത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അവര് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് അറ്റൻഡിങ്സ് കുറച്ചു. പിന്നീട് തങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മീറ്റിങ്ങിൽ ധാരാളം ആളുകളെ വളരെ വിദൂരത്തിൽ നിന്ന് പോലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായിട്ട് നമുക്ക് ബന്ധം വരുന്നതിന്റെ ഒരു കാരണം വെച്ചാൽ ഡോക്ടർ ബോബ് അവിടെ സ്ഥിരം പോയിക്കൊണ്ടിരുന്നു. ഡോക്ടർ ബോബിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് ഹെൻറിറ്റ സിബർലിംഗ് എന്ന് പറഞ്ഞൊരു ലേഡിയെയാണ്.
BW ബന്ധപ്പെടുന്നത്. അപ്പോൾ അവര് തീർച്ചയായും ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെയാണ് അവർ കൂടുതൽ പ്രേരിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഈ ഫയർസ്റ്റോൺ റബ്ബർ കമ്പനിയുടെ ടയർ കമ്പനിയുടെ പ്രസിഡന്റ് ഒക്കെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ആളായിരുന്നു. അതുകൂടാതെ അയാളുടെ മകൻ, ആൽക്കഹോളിക് ആയിട്ടുള്ള മകൻ അവിടെ പോയതിനു ശേഷമാണ് മോചനം നേടിയത്. ഇതൊക്കെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. 1933 മുതലാണ് ആനി നമ്മുടെ ഡോക്ടർ ബോബിനെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് വിടാനായിട്ട് പ്രേരിപ്പിച്ചത്. അവിടെ മീറ്റിങ്ങിന് പോകുന്നുണ്ടെങ്കിലും ഡോക്ടർ ബോബ് കൂടി നിർത്തിയിരുന്നില്ല. പക്ഷെ ഹെൻറിറ്റ സിബർലിംഗ് എന്ന് പറയുന്ന ഗുഡിയർ ടയർ കമ്പനിയുടെ ഡോക്ടർ ലോ ആയിട്ടുള്ള മരുമകളായിട്ടുള്ള ഹെൻറിറ്റ സിബർലിംഗുമായിട്ട് അവര് നല്ലൊരു ബന്ധത്തിൽ വന്നു. കാരണം ഈ മീറ്റിങ്ങിൽ അവർ സ്ഥിരം സാന്നിധ്യമായിരുന്നു. അപ്പോൾ ഏപ്രിൽ 1935 ഡോക്ടർ ബോബ് നിർബന്ധിതമായി കുടിക്കുന്നത് കാണുകയും പിന്നീട് ഇവർക്ക് സഹായം ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ബിൽ വിൽസൺ അക്രോണിൽ വരികയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 5.5 മണിക്കൂറുള്ള ഒരു വലിയ ടോക്ക് അവർ നടത്തുകയും നമ്മുടെ മീറ്റിംഗ് അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ് തുടങ്ങുകയൊക്കെ ചെയ്തത് നമുക്കറിയാം. നമുക്ക് പല കാര്യങ്ങളും ഒരു പക്ഷെ നമുക്ക് സിമിലാരിറ്റീസ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനോട് ചില പ്രിൻസിപ്പിൾസിനോടൊക്കെ തത്വങ്ങളോടൊക്കെ നമുക്ക് സിമിലാരിറ്റി തോന്നാമെങ്കിലും നമ്മൾ നമ്മുടെ എൻറ്റിറ്റി എന്ന് പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എൻറ്റിറ്റി തികച്ചും നമ്മുടേതായ രീതിയിലാണ്. ചില പ്രിൻസിപ്പിൾസ് ഒക്കെ എല്ലാ ബുക്കുകളിൽ നിന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. ബൈബിൾ ഒരു പക്ഷെ നമുക്ക് തോന്നും, ഒരു പക്ഷേ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ പ്രിൻസിപ്പിൾസ് തോന്നും, മറ്റു പല കാര്യങ്ങളൊക്കെ തോന്നിയേക്കാം. എങ്കിൽ പോലും നമ്മളുടെ സഹസ്ഥാപകന്മാരുടെ ചിന്തയിൽ ഈ നമ്മുടെ ബിഗ് ബുക്ക് തികച്ചും മതപരമല്ലാത്ത എല്ലാ മതക്കാർക്കും ഉൾക്കൊള്ളാവുന്ന എല്ലാ ലോകത്തിലെ എല്ലാ ആൽക്കഹോളിക്കിനും ഉൾക്കൊള്ളാവുന്ന തരത്തിലായിരിക്കണമെന്നൊക്കെ ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് അത്തരം ബുക്കുകളൊക്കെ നമ്മൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എഴുതാനൊക്കെ ആയിട്ട് സാധിച്ചത്. അപ്പോ നമ്മുടെ മാനസ്ക്രിപ്റ്റുകളിലും ഇതൊക്കെ നമുക്ക് കാത്തലിക്കറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭാവനകൾ നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ ഓരോ ചാപ്റ്ററുകൾ എഴുതുമ്പോഴും നമ്മൾ പലർക്കും അയച്ചു കൊടുക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് ബില്ലിന്റെ കഥയിലെ അവസാന പാരഗ്രാഫ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഉട്ടോപ്പിയ എന്നുള്ള വാക്ക് ചേർത്തിട്ടുണ്ട്. ഈ ഉട്ടോപ്പിയ എന്നുള്ള വാക്ക് ആദ്യം ബിൽ വിൽസൺ എഴുതിയത് ഹെവൻ എന്നാണ്, ഹെവൻ. അപ്പോ അത് കത്തോലിക്ക സഭയിലെ ഒരു കമ്മിറ്റിക്ക് അദ്ദേഹം മോർഗൻ കമ്മിറ്റിയിലുണ്ടായിരുന്നു. മോർഗൻ ഫ്രണ്ട്സ് ഓൺ ദ കമ്മിറ്റി പറയുന്നുണ്ട്, ഡോണ്ട് യു തിങ്ക് ദാറ്റ് ബിൽ ഡബ്ല്യു കുഡ് ചേഞ്ച് ദാറ്റ് വേർഡ് ഹെവൻ ടു ഉട്ടോപ്പിയ. അതപ്പോ സ്വർഗത്തിൽ നിന്ന് ഉട്ടോപ്പിയയിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് അവര് പ്രേരിപ്പിച്ചു. കാരണം മോർഗൻ ആർ എന്ന് പറയുന്ന നമ്മുടെ അംഗം ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നപ്പോൾ അയാൾ പറയുന്നത് വെച്ചാല്, നമുക്ക് ഈ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് സ്വർഗം എന്ന് പറയുന്നത് മരണത്തിന് ശേഷമാണ്, അപ്പൊ മരണത്തിന് മുമ്പല്ല. അപ്പൊ അത് അവരിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പിന്നെ ഈ ലോകത്തെ സ്വർഗമാക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഏതായാലും പിന്നീട് നമ്മുടെ ബുക്ക് തിരുത്തപ്പെട്ടപ്പോ ഹെവൻ എന്നുള്ളത് ഉട്ടോപ്പിയ എന്നാക്കിയിട്ട് മാറ്റിയതൊക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ബില്ലിന്റെ കഥ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. ഏതായാലും ഇത്തരത്തിലുള്ള ഒരുപാട് മൂവ്മെന്റുകൾ നമ്മളെ സഹായിക്കുകയും ആൽക്കഹോളിക്സ് അനോണിമസിനെ ഒരു പർട്ടിക്കുലർ പ്രത്യേക ഫെലോഷിപ്പ് ആക്കി മാറ്റി നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വില്യമിന്റെ ദ വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ് പോലെയുള്ള പുസ്തകങ്ങൾ, അതൊക്കെ നമ്മുടെ എഴുത്തുകളെ അല്ലെങ്കിൽ ബിൽ ഡബ്ല്യുവിന്റെ അല്ലെങ്കിൽ ആ 100 പേരുടെ എഴുത്തുകളെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മെഡിറ്റേഷൻ, പ്രയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ബിൽ വിൽസണും ഡോക്ടർ ബോബ് സ്മിത്തും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു സാന്നിധ്യം ഒരു പക്ഷേ ഈ പറയുന്ന ആശയങ്ങള് കുറച്ചൊക്കെ നമ്മൾക്ക് എടുക്കേണ്ടതായി വന്നു. അത് നല്ലതാണ്. കാരണം അവരുടെ അബ്സല്യൂട്ട് പ്യൂരിറ്റി, അബ്സല്യൂട്ട് ഹോണസ്റ്റി, അബ്സല്യൂട്ട് ലവ്, അങ്ങനെയുള്ള പരിപൂർണതകളെയാണ് അവര് എപ്പോഴും ചിന്തിച്ചിരുന്നത്. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസ് ഈ പരിപൂർണതയിൽ വിശ്വസിക്കുന്നില്ല, പുരോഗതിയിലാണ് വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, അവരുടെ ഈ കൾട്ട് മനോഭാവം അല്ലെങ്കിൽ ഒരു പ്രത്യേക സെക്ടായിട്ട് മാറുന്ന മനോഭാവത്തിൽ നിന്ന് ഒഴിവായി നിൽക്കാനും ആൽക്കഹോളിക്സ് അനോണിമസിനെ അതൊക്കെ സഹായിച്ചു. അതിൽ നിന്നുള്ള വിട്ട് പിരിയൽ നമ്മളെ സഹായിച്ചു. അപ്പോൾ പിന്നീടുണ്ടാകുന്ന
അഭൂതമായ വളർച്ചയ്ക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം സഹായിച്ചിട്ടുണ്ട്. പിന്നെ ബിൽ വിൽസന്റെ ബ്ലീഡിംഗ് ബീക്കൺ എന്ന് പറഞ്ഞുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ഇൻ ദ 12 സ്റ്റെപ്സ് ആൻഡ് 12 ട്രഡീഷൻ ഇൻ ദ ചാപ്റ്റർ ഓൺ ട്രഡീഷൻ 1, അതായത് ഒന്നാം പാരമ്പര്യത്തില് ബിൽ ഡബ്ല്യു സെറ്റ് ദ തീം ഓഫ് ഹിസ് എക്സ്പ്ലനേഷൻ ഓഫ് ദ 12 ട്രഡീഷൻ ബൈ ടെല്ലിംഗ് ദ സ്റ്റോറി ഓഫ് എഡി റീക്കൻബർക്കർ. എഡി റീക്കൻബർക്കറിന്റെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം, ഒരു ഫൈറ്റർ പൈലറ്റ് ആണ് അദ്ദേഹം. മറ്റൊരു ജർമ്മനിയിലേക്ക് പോകുന്ന വഴിക്ക് കൊളാപ്സ് ആവുകയും പാരച്യൂട്ട് വഴി താഴേക്ക് ഇറങ്ങുകയും അങ്ങനെ ഒരു അപകടത്തിൽപ്പെടുന്ന കഥകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഈ ഇത്തരം കാര്യങ്ങൾക്ക്, അതായത് മദ്യാസക്തർ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത് ഒരു മദ്യാസക്തിയിൽ നിന്ന് മോചിതരാനായിട്ടാണ്. അപ്പൊ ആ ദുരിതം അനുഭവിക്കുന്ന ആൾക്ക് എന്തുമാത്രം ഐക്യത്തിൽ നിലനിൽക്കണം, മറ്റുള്ളവരിൽ നിന്ന് എന്തുമാത്രം ഐക്യം നിലനിൽക്കണമെന്നൊക്കെ വിവരിക്കാനാണ് ഈ ബ്ലീഡിംഗ് ഡീക്കൺ എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അതായത് രക്തമൊലിക്കുന്ന പഴമക്കാരൻ. അതായത് ഡീക്കൺ എന്ന് ഉദ്ദേശിക്കുന്നത് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ്. അപ്പം എന്റെ ആശയം പോലെ ഗ്രൂപ്പ് നടന്നു പോകാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ. പിന്നീട് അവർ എടുത്തിരിക്കുന്ന പ്രിൻസിപ്പിളാണ് പ്രൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആങ്കറിനെ കുറിച്ച് റാൽഫ് പറയുന്നുണ്ട്. അടുത്തത് അദ്ദേഹം പറയുന്ന ദ പാൻ കേക്ക് പ്രിൻസിപ്പിളാണ്. നമ്മൾ കേൾക്കുന്നതാണ്. അതെന്ന് വെച്ചാൽ ഒരു പാൻ കേക്കിന് വേണ്ടിയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിട്ട് ചേർന്നില്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വരില്ല എന്നാണ്. അപ്പൊ 12 പടികൾ എന്ന് പറയുന്ന നമ്മളുടെ പാൻ കേക്ക് 12 പടികൾ കറക്റ്റായി ചെയ്തില്ലെങ്കിൽ ഈ സുബോധാവസ്ഥ നിലനിർത്താനായിട്ട് കഴിയില്ല എന്നുള്ള ഒരുപാട് ആശയങ്ങളാണ് അദ്ദേഹം പറയുക. പ്രത്യേകിച്ച് ഈ പ്രൈഡ്, ആങ്കർ, അങ്ങനെയുള്ള 7 പാപങ്ങൾ കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇപ്പൊ ഗോൾഡൻ ബുക്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സുബോധ ജീവിതത്തില് വായിക്കേണ്ട ദ സോബറിറ്റി എൻഡ് ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന പുസ്തകം ധാരാളമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, സോബർ കമ്മ്യൂണിറ്റിയിൽ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം ഈ പ്രൈഡിനെ കുറിച്ചും ആംഗ്രിയെ കുറിച്ചും ഒക്കെ എഴുതി ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇത് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടും നമുക്ക് 4-5 ആഴ്ചയായി അച്ഛനെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുന്നതുകൊണ്ടും അടുത്ത ആഴ്ച ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുക. അപ്പോൾ ഇന്ന് എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. ചേട്ടാ. താങ്ക് യു. ഉണ്ണിച്ചേട്ടനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉണ്ണിച്ചേട്ടാ പറയാം. താങ്ക് യു ബ്രോ. താങ്ക് യു ശിവചേട്ടാ. പ്രിയമുള്ള ഒരു മദ്യാസക്തനാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് അഥവാ എന്ന വെല്ലുവിളിയുടെ സാഹിത്യത്തെ സംബന്ധിച്ചില്ല. എന്റെ പേര് ഉണ്ണി. എല്ലാവർക്കും ഹായ്. നമ്മളിവിടെ പാരമ്പര്യം 8നെ കുറിച്ചാണ് പറഞ്ഞത്. ചരിത്രം വളരെ രസകരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടോം എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് ആയ ഒരു മദ്യാസക്തനോട്, അദ്ദേഹത്തിനോട് നമ്മുടെ ഗ്രൂപ്പിന് അദ്ദേഹം ഫ്രീ ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ എന്ന്. അപ്പോ എല്ലാവരും കരുതുന്നത് ടോമിന് അത് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ്. ടോം ഫ്രീ ആണ്, അദ്ദേഹത്തിന് പെൻഷനൊക്കെ ഉണ്ട്, സ്റ്റേറ്റിന്റെ പെൻഷൻ മേടിക്കുന്ന ആളല്ലേ എന്ന് വിചാരിച്ചു. അപ്പൊ ടോം വളരെ കൃത്യമായിട്ട് തന്നെ രസകരമായി ടോം പറയുന്ന കാര്യമാണ്, നമുക്ക് ഒരാളെയും ഒന്നിനും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ടോം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 7 ദിവസം ഒരു കാവൽക്കാരനെയാണ് വേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എനിക്ക് യാതൊരു പ്രതിഫലവും തരുന്നില്ല. അപ്പോ ടോം പറഞ്ഞതായിട്ടാണ് അവിടെ പറയുന്നത്. കാരണം ആത്മീയതയും പണവും കൂട്ടിക്കുഴയ്ക്കാനാകില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് ഒരാളെയും നിർബന്ധപൂർവം ഒരു പ്രവർത്തനങ്ങളും ഏൽപ്പിക്കാനോ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനോ ഒന്നും സാധ്യമല്ല. ഓരോ മനുഷ്യനും അവരവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള സമയങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു ടോമിന്റെ രീതിയാണ്, ഞാൻ പണിയെടുത്താൽ എനിക്ക് കൂലി വേണം. അപ്പോ നമ്മളത് പരിശോധിക്കുമ്പോൾ നമ്മുടെ 7 അംഗങ്ങൾ എല്ലാവരും തന്നെ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരാള് അത്തരത്തിലേക്ക് ഒരു ത്യാഗം സഹിക്കേണ്ട കാര്യമില്ല. ആ വയോധികനെ കൊണ്ട് വില പേശുകയായിരുന്നു എന്ന് പറയാണ്. വൃത്തികെട്ട ഒരു ജോലിയാണല്ലോ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പറയുമ്പോഴും മറ്റുള്ളവരുടെ
അത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കത് എന്താണ് ഒരു സേവന മനോഭാവത്തിൽ നമ്മൾ ഇപ്പോ നമ്മൾ മീറ്റിങ്ങുകളിലൊന്നും ആസ്ട്രേ ഒന്നും വെക്കുകയോ ഒന്നും ചെയ്യാറില്ല. മറ്റേത് നമ്മൾ ആലോചിച്ച് നോക്കും, വേറുള്ളവരുടെ കുടിച്ച ക്ലാസ്സുകൾ നമ്മൾ പറയും. മദ്യപിക്കുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്, അത് നമുക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ്. മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് കുടിക്കുമോ? ഇനി ഒന്നും വേണ്ട, നമ്മളൊരു ചായ പോലും തലേ ദിവസം രാത്രി കള്ള് ലൗസിപ്പടിച്ച് നമ്മൾ രാവിലത്തെ ചായ കുടിച്ചു എന്നതിന്റെ പേരിൽ തല്ലുണ്ടാവും. അതാണ് മദ്യാസക്തര്. അപ്പൊ അവിടെയാണ് വേറൊരാളെ കൊണ്ട് ആ രീതിയിൽ ജോലി ചെയ്യിക്കാനുള്ള ശ്രമം എന്ന് പറയുകയാണ്. അപ്പോൾ ടോം ശരിയായിരുന്നു. എയെ പ്രവർത്തനക്ഷമമാക്കുവാൻ ചില സഹായങ്ങൾ നാം തേടേണ്ടതുണ്ട്. വിശാലമായ അർത്ഥത്തിൽ 2 ലക്ഷത്തോളം വരുന്ന നമ്മുടെ അംഗങ്ങൾ 200-300 ആളുകളെയാണ് നാം ജോലിക്ക് എടുത്തിരിക്കുന്നത്. സെൻട്രൽ ഓഫീസിൽ മറുപടി പറയുന്ന സ്ത്രീകൾ മുതൽ ക്ലബ് ഹൗസിലെ തൂപ്പുകാരും കുക്കുകളും ഒക്കെ ഇതിൽപ്പെടും. ബില്ല് തുടർന്ന് നമുക്കറിയാം, നമ്മുടെ ഓഫീസുകൾ, ജനറൽ സർവീസ് ഓഫീസുകളിലൊക്കെ നമ്മുടെ എൻക്വയറികൾ, ഇപ്പൊ ഏതൊരു കാര്യത്തിനും നമുക്ക് ഒരു മെയിൽ അവിടേക്ക് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായ മറുപടി അവിടുത്തെ കിട്ടാറുണ്ട്. നമ്മൾ കോൺട്രിബ്യൂഷൻ അയച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ഉണ്ടാവും. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് മറുപടി പറയും. കാരണം ഒരു മദ്യാസക്തർക്കും അവർ ഏതെങ്കിലും കാരണങ്ങൾക്കായിട്ട് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ ഒരിക്കലും അവിടെ നിന്ന് ആ കോള് സ്വീകരിക്കപ്പെടാതെ ആവരുത് എന്നതാണ് നമ്മുടെ ആശയം. ആ രീതിയിലാണ് നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ളത്. അത്തരത്തിലേക്ക് തന്നെ നമ്മുടെ ഓഫീസുകളിൽ പ്രവർത്തനക്ഷമമാകാനായിട്ട് അന്നത്തെ കാലത്ത് ആളുകളെ നമ്മൾ എടുക്കാനായിട്ട് തുടങ്ങുകയാണ്. ജോലി അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ തന്നെ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം കൊടുക്കുന്നിടത്ത് യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല. കാരണം നമുക്ക് വേറെ കച്ചവടമൊന്നുമില്ല. ഈ സന്ദേശം മറ്റു മദ്യാസക്തരിലേക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. ഇനി ബില്ല് തുടർന്ന് എഴുതുകയാണ്. ഞാനും അതിൽ പെടും. ഞാൻ ചില പുസ്തകങ്ങൾ എഴുതി, എനിക്കതിന് റോയൽറ്റി ലഭിക്കുന്നുണ്ട്. അതവിടെ അവസാനിക്കുന്നു. മുഖാമുഖം നൽകുന്ന സന്ദേശത്തിന് പണം സ്വീകരിക്കില്ല. പക്ഷെ കൃത്യമായ ജോലികൾ നിർവഹിക്കപ്പെടണമെങ്കിൽ അതിന് നാം കൂലിക്ക് ആളെ നിയമിക്കേണ്ടി വരും. അവിടെയാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ ബില്ലിന്റെ അനുഭവത്തിൽ പറയാണ്, ഞാനും പുസ്തകങ്ങൾ എഴുതുന്നിട്ടുണ്ട്, ആ പുസ്തകത്തിന് എനിക്ക് റോയൽറ്റി കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. പക്ഷെ നമ്മൾ എടുക്കുന്ന പണി, കാരണം അവിടെ ബില്ല് കൃത്യമായ സമയം പാലിച്ചുകൊണ്ട് ആ പുസ്തകം എഴുതാനായിട്ട് അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തിന് ഒരു പ്രതിഫലം, ന്യായമായ പ്രതിഫലം കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് അദ്ദേഹം വേറൊരാളെ പോയി കാണുന്നു, മദ്യാസക്തനെ കാണുന്നതിനോ, നമുക്കറിയാം 12 സ്റ്റെപ്പ് കോളിനോ നമ്മൾ ആർക്കും പൈസ കൊടുക്കാറില്ല. അല്ലെങ്കിൽ ഗ്രൂപ്പ് തന്നെ 12-ാം പടി പ്രവർത്തനം എന്ന് പറഞ്ഞ് വേറെ സ്ഥലത്ത് പോകുന്നതിന് നമ്മൾ പൈസ കൊടുക്കാറുണ്ട് ഇല്ലല്ലോ. മുഖാമുഖം മറ്റാളുകൾക്ക് പോയിട്ട് സന്ദേശം കൊടുക്കുക നമ്മുടെ സുബോധത്തിന് വേണ്ടി ഓരോ അംഗങ്ങളും ചെയ്യേണ്ടതാണ്. മറ്റു കാര്യങ്ങൾ, ഒരാളെ നമ്മൾ ജോലിക്ക് ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്ന് നിർബന്ധപൂർവം പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അതുകൊണ്ടാണ് നമുക്കറിയില്ലേ, നമ്മളിപ്പോ ഒരാൾ സെക്രട്ടറി ആയിട്ട് ഗ്രൂപ്പിലുണ്ട്, ഗ്രൂപ്പിന്റെ സേവനം ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. പലപ്പോഴും നമുക്ക് എന്താ പറ്റുന്നത്, നമ്മൾ ആ പോസ്റ്റുകളിൽ ഈ എന്താ പറയുക സേവകരായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ പല ആൾക്കാരും നല്ല ഉദ്ദേശം വെച്ചിട്ട് കൽപ്പിക്കുന്ന പോലെ പറയും. അവിടെ കുഴപ്പമുണ്ടാവും. നമുക്ക് അങ്ങനെ കൽപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അയാളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇനിയിപ്പോ ആരായിക്കോട്ടെ, പ്രവർത്തനം ചെയ്യാത്ത ആള് അയാൾ മീറ്റിംഗിൽ കയറുന്നില്ല, അയാൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ല, അയാളെ മീറ്റിംഗിന്റെ സന്ദേശം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നില്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളും അയാളും ഒരേപോലെയാണ്. അയാൾ സെക്രട്ടറി ആയിക്കോട്ടെ, സേവകരായിക്കോട്ടെ, നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനും ഈ രീതിയിലേ പറയാൻ പറ്റും. നമുക്ക് ഒരാൾക്കും തന്നെ ഗ്രൂപ്പിലെ സെക്രട്ടറിയോട് നീ എന്താ അത് ചെയ്യാത്ത എന്ന രീതിയിൽ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. കാരണം അത് നമ്മളും അയാളും ഒരേപോലെയാണ്. നമ്മൾ എത്ര മുന്നേ സഞ്ചരിച്ച ആളായിക്കോട്ടെ, അയാളെക്കാൾ മുന്നേ വന്ന ആളായിക്കോട്ടെ, വർഷങ്ങൾ എത്ര പൂർത്തിയായിക്കോട്ടെ, എയുടെ സർവീസിൽ ഡെലിഗേറ്റ് ആയിക്കോട്ടെ, ട്രസ്റ്റി ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, ഒരംഗത്തിനും ആ രീതിയിൽ ഗ്രൂപ്പിലെ സെക്രട്ടറി 6 മാസം കഴിഞ്ഞ പുതുമക്കാരനോട് എന്താ ഇത് ചെയ്യാത്ത അല്ലെങ്കിൽ അത് ചെയ്യാത്ത എന്നുള്ള ഒരു പരിപാടി നടക്കില്ല. അത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ. കാരണം നമുക്ക് എല്ലാവരും തുല്യരാണ്. ഓരോ മനുഷ്യരും സേവനം ചെയ്യുന്ന അവരുടെ സ്വന്തം സുബോധത്തിന് വേണ്ടി ചെയ്യുന്ന സേവനമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിൽ നടക്കുന്നത്. 8-ാം പാരമ്പര്യം നാം പ്രാപിച്ചെങ്കിലും അത് നടപ്പിൽ വരാൻ ഒരു പക്ഷേ വർഷങ്ങൾ വേണ്ടിവരും.
ചൂടേറിയ തർക്കങ്ങളിൽ അതിർവരമ്പുകൾ പ്രത്യക്ഷപ്പെടാം. ഉദാഹരണത്തിന് എഐക്ക് വെളിയിൽ മദ്യാസക്തിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ അംഗങ്ങളെ പോലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വന്നവർ വേറെ ഉണ്ടായില്ല. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഒരു സർവകലാശാല ഒരു AI അംഗത്തിന്റെ സഹായം തേടുന്നു. ഒരു കോർപ്പറേഷന് ഈ വിഷയത്തിൽ അറിവുള്ള ഒരാളെ ആവശ്യമുണ്ട്. ഒരു സ്ഥാപനത്തിൽ മദ്യാസക്തരെ കൈകാര്യം ചെയ്യാൻ ഒരു മാനേജർ ആവശ്യമുണ്ട്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ കുടുംബങ്ങളെ മദ്യം എങ്ങനെ ബാധിക്കുന്നു എന്നറിയാൻ നഗരത്തിൽ ഒരംഗത്തെ സമീപിക്കാം. രാഷ്ട്രം ഒരു ഗവേഷകനെ നിയമിച്ചേക്കാം. ഇതൊക്കെ വ്യക്തികൾ എന്ന നിലയിൽ AI അംഗത്തിന് സ്വീകരിക്കാവുന്ന ജോലികളാണ്. അപ്പോ 8ാമത്തെ പാരമ്പര്യം നമ്മൾ എടുക്കണം എന്ന തീരുമാനത്തിലൊക്കെ എത്തി. അന്നത്തെ കാലത്ത് നമ്മൾ ആ 8ാമത്തെ പാരമ്പര്യം ഗ്രേപ്പ് പോയിന്റിലെ ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു. പല ഗ്രൂപ്പുകളിലും ചർച്ചകൾ നടക്കുന്നു. പല ഭാഗത്തും ബില്ല് കത്ത് എഴുതി ചോദിക്കുകയും പല AI അംഗങ്ങളുമായിട്ട് നിരന്തരമായ കമ്മ്യൂണിക്കേഷനൊക്കെ വിൽസൺ നടത്തുന്നുണ്ട്. പക്ഷെ അത് അത്ര ഈസി ആയിട്ട് എളുപ്പത്തിൽ നടപ്പിലായതല്ല. നമുക്കറിയാം ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു കാര്യവും നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു കാര്യം ഒരാൾ തീരുമാനം പറഞ്ഞു വളരെ ഈസി ആയിട്ട് 7 അംഗങ്ങൾ കൈയടിച്ച് പാസ്സാക്കിയിട്ട് ഉണ്ടായതല്ല. ഒന്നും വർഷങ്ങൾ വേണ്ടി വരുമെന്ന് ബിൽ ഡബ്ല്യു അന്ന് തന്നെ പറയാണ്. വലിയ വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ വാഗ്വാദങ്ങളും പോർവിളികളും നടന്നിട്ടുണ്ട്. അപ്പൊ അവിടെ അതിർവരമ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിന്റെ ഒരു ഉദാഹരണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു AI അംഗം മദ്യാസക്തിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോ അയാൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ അയാൾക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? പിന്നെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളോട് ഒരു സർവകലാശാല ഒരു AI അംഗത്തിന്റെ സഹായം തേടുകയാണ്. അപ്പൊ അയാൾക്ക് അവിടെ പ്രതിഫലം കൊടുക്കപ്പെടാം. സർവകലാശാല അയാളെ അവിടെ ക്ലാസ് എടുക്കാനായിട്ട് വിളിക്കുകയാണ്. ക്ലാസ് ആയിട്ടിരിക്കുമ്പോൾ ആ രീതിയിൽ അദ്ദേഹം ചിലപ്പോൾ പ്രൊഫഷണലി ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ തന്നെ കൂട്ടത്തില് കൗൺസിലേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, ക്ലാസ് എടുക്കുന്ന AI അംഗങ്ങൾ തന്നെ ഉണ്ട്. അപ്പൊ അവര് പ്രതിഫലം സ്വീകരിക്കരുത് എന്ന് നമുക്ക് പറയാൻ പറ്റും? ഒരിക്കലും നമുക്കത് പറയാനായിട്ട് സാധ്യമല്ല. ഇനി ഒരു കോർപ്പറേഷന് ഈ രീതിയിൽ ഒരാളുടെ ആവശ്യമുണ്ട്. പിന്നെ മദ്യാസക്തരെ കൈകാര്യം ചെയ്യുന്ന ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ അയാള് ഒരു മാനേജറെ വെക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അയാൾ ഒരു AI അംഗമാണ്, അല്ലെങ്കിൽ അയാൾ സ്വഭാവത്തിലേക്ക് നിൽക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞുകൊണ്ട് AI അംഗങ്ങളെ എടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. വർഷങ്ങളായിട്ട് സോബർട്ടിയുള്ള അംഗങ്ങളെയൊക്കെ അന്ന് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മദ്യാസക്തരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഒരു ജോലി ആവശ്യമുണ്ട്, പ്രൊഫഷണലി ഒരു മാനേജറായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളെ മാനേജറായിട്ടും വെക്കാറുണ്ട്. ഇനി സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ കുടുംബങ്ങളെ മദ്യം എങ്ങനെ ബാധിക്കുന്നു എന്നറിയാൻ നഗരങ്ങളിൽ ഒരു അംഗത്തെ സമീപിക്കാം. നമുക്ക് പലപ്പോഴും നമുക്കറിയാം ഈ പബ്ലിക് ഇൻഫർമേഷന് പല രീതികൾ നമ്മളോട് പറയുന്നു. ഇപ്പൊ നമ്മള് കേരളത്തില് പഞ്ചായത്തുകളുടെ ഒരു വലിയ സമ്മേളനം നമ്മുടെ കുട്ടനാട് വെച്ച് നടന്നു. അപ്പൊ നമ്മൾ അവിടെ അവരെ സമീപിച്ചിരുന്നു ഈ പബ്ലിക് ഇൻഫർമേഷൻ വർക്ക് നടത്താനുമായിട്ട്. മന്ത്രിനെയൊക്കെ കണ്ട് നമ്മുടെ സന്ദേശം കൊടുക്കലൊക്കെ നമുക്ക് അന്ന് സാധിച്ചിരുന്നു. അപ്പൊ അവിടെ ഒരു പബ്ലിക് വേദിയിൽ കേരളത്തിലെ പഞ്ചായത്തിന്റെ സെക്രട്ടറിമാരുടെ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ അവിടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. തീർച്ചയായിട്ടും അത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു പരിപാടിയാണ്. അവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ പേര് പറഞ്ഞുകൊണ്ട് അവിടെ പേര് പറയാൻ പറ്റില്ല, അനോണിമിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ആ ഭാഗത്ത്. പക്ഷെ നമുക്ക് വ്യക്തിപരമായിട്ട് അവിടെ അനോണിമിറ്റി പാലിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു. ആരാണോ അവിടെ പ്രസന്റ് ചെയ്യുന്നത് ആ പ്രസന്റ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിക്ട് കമ്മിറ്റിയും ഒരു ഇന്റർ ഗ്രൂപ്പ് ചേർന്നിട്ടായിരുന്നു ഈ പബ്ലിക് ഇൻഫർമേഷൻ അവിടെ നടത്തിയിരുന്നത്. അപ്പൊ നമ്മളവിടെ വിമുക്തിയുടെ ഭാഗത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം കൊടുത്തിരുന്നു. അപ്പൊ അന്ന് അങ്ങനെ ആ സംഭവം നടന്നില്ല. അവിടെ നമ്മൾ തീരുമാനിച്ചത് ആര് സംസാരിച്ചു കഴിഞ്ഞാലും ആൽക്കഹോളിസം എന്ന രോഗത്തെ അഡ്രസ് ചെയ്യുകയും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഒരു ഫെലോഷിപ്പ് ഇവിടെ ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ഈ രീതിയിലാണ് അവരുടെ പ്രവർത്തനം എന്ന് തന്നെയാണ് പറയുക. ഒരിക്കലും ആ സന്ദേശം കൊടുക്കുന്ന ആള് താൻ ഒരു മദ്യാസക്തനാണെന്നും തന്റെ ജീവിതത്തിലുണ്ടായ ഒരു AI ഷെയറിങ് പോലെ അല്ല അവിടെ സംസാരിക്കുക. ഒരിക്കലും AI അംഗമായിട്ട് അവിടെ അറിയപ്പെടുന്നത് പല രീതിയിൽ കുഴപ്പം ഉണ്ടാക്കും എന്നതുകൊണ്ട് തന്നെയാണ്. അല്ലാണ്ട്
നമ്മൾ കുടിയനായി എന്ന് അറിഞ്ഞത് കൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല അത്. അപ്പൊ പബ്ലിക്കിൽ എങ്ങനെയാണ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു സാധനമുണ്ട്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ ആൽക്കഹോളിസത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. നമുക്ക് എഴുതാനായിട്ടും സാധ്യമാണ്. നമുക്ക് പുസ്തകങ്ങളിൽ എഴുതാം, ഒക്കെ എഴുതാം. പക്ഷെ അത് എ എന്ന രണ്ടക്ഷരത്തെ നമ്മളവിടെ ഉപയോഗിക്കാനായിട്ട് പാടില്ല നമ്മുടെ പേരിന്റെ ഒപ്പം എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. വരും സമയങ്ങളിലും അല്ലെങ്കിൽ പല ഭാഗങ്ങളിലും നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഗവേഷകനായിട്ട് വ്യക്തിപരമായിട്ട് ഒരു അംഗം അയാൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാൾക്ക് അംഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ഈ പരിപാടികൾ സ്വീകരിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഞാനിപ്പോ അനോണിമിറ്റി 8ാം പാരമ്പര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ചെയ്യില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. ആ മേഖലകളിലൊക്കെ തന്നെ വ്യക്തിപരമായിട്ട് ഓരോ മനുഷ്യനും അവരവരുടെ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പൊ പല ഭാഗത്തും അതൊക്കെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും നമുക്കറിയാം പല രീതിയിൽ ഇതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. തർക്കങ്ങൾ ഇന്നും ഉണ്ടാവുന്നുണ്ട് ഈ പാരമ്പര്യത്തിന്റെ പേരിൽ. ചിലപ്പോഴൊക്കെ തീർത്തും അവശരായവരെ പരിചരിക്കുന്നതിനായിട്ട് ചില ഫാമുകളും വിശ്രമ കേന്ദ്രങ്ങളും അംഗങ്ങൾ നടത്തി വരാറുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ എയുടെ പാരമ്പര്യം അനുസരിച്ച് വ്യവസായവൽക്കരണമാണോ എന്നതാണ് ചോദ്യം. അപ്പോ അന്ന് കാലത്ത് ഈ പറയുന്ന പല രീതിയിൽ നമ്മളറിയാലോ, നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ പഠിച്ചു വന്നവരാണ്. പല കാര്യങ്ങളും നമ്മൾ ചെയ്തിരുന്നു. വീടുകളിൽ ആളുകളെ താമസിപ്പിച്ചിരുന്നു, സഹായങ്ങൾ ചെയ്തിരുന്നു, ജോലി നേടിക്കൊടുത്തിരുന്നു. എല്ലാ പരിപാടിയും ചെയ്തിട്ടാണ് എന്തൊക്കെ ചെയ്യുന്നില്ല എന്ന ഒരു പാംപ്ലെറ്റ് നമ്മൾ ഇറക്കിയത്. അപ്പൊ അവശരായിട്ട് വരുന്ന മദ്യാസക്തരെ, കാരണം നമുക്കറിയാം ബില്ലിന് വരെ വലിയ താല്പര്യവും അക്രോണിലെ ഗ്രൂപ്പിൽ പോയി ബിൽ വിൽസൺ വലിയ രീതിയിൽ തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ഹോസ്പിറ്റലുകൾ കെട്ടാനും അവിടെയുള്ള അംഗങ്ങളുടെ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മൾ വലിയ ബില്ല് തന്നെ പറയാറുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ. വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ്, പാപ്പരായവനായ ആദർശവാദിയാണ് മദ്യാസക്തൻ എന്ന് പറയാറുണ്ട്. മദ്യാസക്തന്റെ സ്വപ്നങ്ങളൊക്കെ വലിയ സ്വപ്നങ്ങളായിരിക്കും. അപ്പോ ആ കാലത്ത് ഇത്തരം അംഗങ്ങൾ തളർന്നു വരുന്ന വലിയ അവശതയുള്ള ആളുകളെയൊക്കെ നടത്താനായിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ നടത്താറുണ്ട്. അങ്ങനെ നടത്തുമ്പോൾ അതെങ്ങനെ എയുടെ രീതിയിൽ അതൊരു ബിസിനസ് പരമായിട്ടുള്ള പ്രവർത്തനമാണോ, നെ വ്യവസായവൽക്കരണം നടത്തുകയാണോ എന്നതാണ് അന്നുണ്ടായിരുന്ന ചോദ്യം. വർഷങ്ങളായ നമ്മുടെ അനുഭവം നമ്മോട് പറയുന്നു അല്ല, സ്വീകരിക്കുന്ന അംഗങ്ങൾ പാരമ്പര്യം കല്ല് നിറഞ്ഞ വഴിയുടെ ബഹുദൂരം യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പൊ നമ്മള് അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ പറയുന്നു, മുഴുവൻ സമയം ജോലി ചെയ്യുന്നു ഒരാള് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, ഇപ്പൊ നമുക്ക് നാട്ടിലെടുക്കുക എന്നുണ്ടെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ നടത്തുക, അല്ലെങ്കിൽ അതിൽ ജോലി ചെയ്യാണെന്ന് കരുതുക. അവർ കൗൺസിലർ ആയിരിക്കാം. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യം അനുസരിച്ച് അത് വ്യവസായവൽക്കരണമല്ല, അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പല അംഗങ്ങളും നമുക്കറിയാം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരവിടെ സഹായകരമായ രീതിയിൽ മദ്യാസക്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലും അല്ലാത്ത അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വലിയ തല്ലുകൂടലുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടാണ്. നമ്മൾ കല്ല് നിറഞ്ഞ വഴിയിലൂടെ ബഹുദൂരം സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ആ പാരമ്പര്യത്തിലേക്ക് കടന്നു വന്നത്. അപ്പൊ എയുടെ ഓരോ പാരമ്പര്യങ്ങളും നമ്മുടെ അംഗങ്ങളുടെ തീവ്രമായ അനുഭവങ്ങളാൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതിലെ യഥാർത്ഥ പ്രശ്നം ആദ്യം കണ്ടെത്താനായില്ല. ആദ്യകാലങ്ങളിൽ ആരെങ്കിലും അത്തരമൊരു സംരംഭത്തിൽ ഏർപ്പെട്ടാൽ ഉടനെ പരസ്യത്തിനും പണം ഉണ്ടാക്കാനുമായി എയുടെ പേര് ഉപയോഗിക്കാൻ തുടങ്ങും. ഫാമുകളും വിദ്യാഭ്യാസ സംരംഭങ്ങളും വെച്ച് പരസ്യം നൽകും. അപ്പൊ ഇതിൽ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇത് സാധ്യമാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രീതി എന്താന്ന് വെച്ചാൽ, പലപ്പോഴും ഞാനത് പറയാറുണ്ട്, എയുടെ പുസ്തകങ്ങളിൽ നമുക്ക് പല ആശയങ്ങളും കണ്ടെത്താൻ പറ്റും. കാരണം ഇത് എല്ലാ മനുഷ്യർക്കും, നേരത്തെ ഇവിടെ ഷിബോട്ടൻ സൂചിപ്പിച്ചിരുന്നു, നമ്മളെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ എടുത്തു വന്നത്, ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകൾ വന്നിട്ടും മറ്റ് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് വന്നിട്ടും എല്ലാ മദ്യാസക്തർക്കും വേണ്ടിയിട്ട് നിലകൊള്ളുന്ന രീതിയിലാണ് എയുടെ സാഹിത്യങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. കാരണം ഇത് മദ്യാസക്തരായ മനുഷ്യരുടെ അനുഭവങ്ങളാണ്. അപ്പൊ ആ അനുഭവങ്ങളിൽ തന്നെ എല്ലാ തരത്തിലുള്ള ആളുകളെയും ഉൾപ്പെടുത്താനായിട്ട് അന്നത്തെ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലതും എങ്ങനെയോ അങ്ങനെ ആയി വന്നിട്ടുണ്ട്. അതാ രസം ഇതിന്റെ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഖണ്ഡികയോ ഏതെങ്കിലും വാക്യമോ എടുത്തുകൊണ്ട് തർക്കിക്കാനൊക്കെ പറ്റും. അതും ബില്ല് എഴുതിയിട്ടുണ്ട്, തർക്കിക്കാൻ എന്ന പരിപാടിയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്ത് പോവാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മാർഗം എക്സ്ട്രീമോ അല്ലെങ്കിൽ താഴത്തെ തട്ടിലോ അല്ല നമ്മുടെ പരിപാടി. കാരണം നമ്മളൊരു സംഘടിത പ്രസ്ഥാനമല്ല. നമ്മൾ പലപ്പോഴും ഇത് മറന്നുപോകും.
നമ്മൾ ഈ സംഘടിത പ്രസ്ഥാനമാക്കാനായിട്ട് എന്ത് ചെയ്യും? ശ്രമം നടത്തും. അപ്പൊ അതേപോലെയാണ് ഓരോ ആശയത്തിലും. ഒരാള് ഇത്തരം ഒരു സംരംഭം തുടങ്ങുകയാണ്, ഏക്കാര്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസിന്റെ പ്രാഥമിക ഉദ്ദേശം എന്താണ്? പണം ഉണ്ടാക്കണം, മറ്റാളുകളിലേക്ക് അറിയിക്കണം, കൂടുതൽ പരസ്യം കൊടുക്കുക. ആളുകൾ അറിഞ്ഞാലാണല്ലോ ബിസിനസ് കിട്ടുക. എല്ലാവരും പറയാം, അവരവരെ ബൂസ്റ്റ് ചെയ്യാനും അവരവരുടെ കാര്യങ്ങൾ അറിയിക്കാനും ആർക്കും അല്ലെങ്കിൽ ആരും താല്പര്യമില്ലാത്തവരൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പരസ്യങ്ങൾ നൽകും. അപ്പൊ എന്താ ഉണ്ടാവുക എന്നാണ് ചോദ്യം. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾ അവരുടെ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കായി ആദ്യമാം വിധം അനാമധേയത്വങ്ങൾ ലംഘിക്കുന്നു. ഇക്കാരണത്താൽ അവരുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും നല്ലതിനും ഗ്രൂപ്പിൽ നിന്നും നീതീകരിക്കാനാവാത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. വ്യവസായവൽക്കരണം അയാളെ വിറ്റ് കാശാക്കുന്നു. ഇത്തരം മുറവിളികൾ കേൾക്കുന്നു. അവരിൽ ഒരാൾ പോലും 12-ാം പടി പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കപ്പെടുന്നില്ലതാണ്. അപ്പോ നമ്മുടെ ഗ്രൂപ്പുകളുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രത്തിൽ തന്നെ ഈ പറയുന്ന മദ്യാസക്തിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? അത് ഗ്രൂപ്പിൽ ഇന്നും നടക്കുന്നുണ്ട്. നമുക്കറിയാം, പല ആളുകളും ബഹിഷ്കരിക്കുന്ന രീതിയിൽ വരെ പരിപാടികൾ നടക്കാറുണ്ട്. ഈ മദ്യാസക്തിയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു കൂട്ടം ചേർന്നുകൊണ്ടുള്ള നമ്മുടെ ഗോത്രീയ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ കടന്നു വരാറുണ്ട്. അത്തരം ആളുകളെ ബഹിഷ്കരിക്കാനൊക്കെയുള്ള ആഹ്വാനങ്ങളും നമ്മൾ നൽകാറുണ്ട്. നമ്മൾ അറിയില്ല എന്താണെന്ന്. ചരിത്രത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയുക, ഇത് ഓരോ അംഗങ്ങളും വ്യക്തിപരമായി ചെയ്യേണ്ടതാണിത്. നമ്മൾ നമ്മുടെ ജീവൻ രക്ഷിച്ച ഫെലോഷിപ്പിനെ നമ്മുടെ സ്വാർത്ഥത നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ്. അപ്പോ പല ആളുകളും അവരുടെ അനാമധേയത്വം ലംഘിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കും അല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. അതിൽ നല്ലതിനും അവർക്ക് വിമർശനങ്ങൾ ഏറ്റുവരും. ഇവിടെ എന്താ പ്രശ്നം? അവരിതിൽ പ്രവർത്തിക്കാനേ പാടില്ല എന്ന കാര്യം പറയും. കാരണം ഇത്രയും കാലം അയാൾ നിന്നു, അയാൾ ഏനെ വിറ്റ് കാശാക്കുന്നു എന്നൊക്കെ ചരിത്രത്തിൽ അന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നും നടന്നിട്ടുണ്ട്. അതാ രസം. ചരിത്രത്തിന്റെ ആവർത്തനങ്ങൾ പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു പഴമക്കാരൻ പറയാറുണ്ട്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കംസ് ഓഫ് ഏജ് അത് കൃത്യമായിട്ട് സർവീസിൽ നിൽക്കേണ്ട ആളുകൾ പഠിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വലിയ രീതി നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മുടെ തലയിൽ കൂടെയാണ് ഓടുന്നത്, നാളെ ഒരു ദിവസം ഇവിടെ ഇല്ലാണ്ടാവാൻ പോവാണ്, നമ്മൾ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ സംഭവിക്കുമെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും. യഥാർത്ഥത്തിൽ ആ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എയുടെ ചരിത്രം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി എനെ കൊണ്ടുപോയതായിട്ടൊന്നും എവിടെയും പറയപ്പെടുന്നില്ല. നമ്മുടെ തോന്നലുകളാണ്. നമ്മൾ പറയുന്ന പോലെ നമ്മൾ വിചാരിക്കും നമ്മുടെ ചിന്തയിലാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്, ഈ ലോകത്തിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ നമ്മളാണിത് നിയന്ത്രിക്കുന്നത് എന്നുള്ള തോന്നലുകൾ ഒക്കെ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ അവര് 12-ാം പടി പ്രവർത്തനങ്ങൾക്ക് അവരെ സാധാരണഗതിയിൽ നമ്മൾ നിയോഗിക്കാറില്ല. കാരണം നമുക്കറിയാം, പലപ്പോഴും അത്തരം ആളുകളെ 12-ാം പടി പ്രവർത്തനത്തിന് നിയോഗിച്ചാൽ എന്താ കുഴപ്പമുണ്ടാവുക? അവരവരുടെ ഈ സ്ഥാപനങ്ങളിലേക്ക് ആളെ കൊണ്ടുപോകും. കാരണം അവർക്ക് വരുമാനം വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് ഈ റീഹാബുകളിൽ നടത്തുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ റീഹാബിന്റെ ഒരാളാണെങ്കിൽ 12-ാം പടി എന്ന് പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ എന്താ, അയാളെ ചികിത്സിച്ചോട്ടെ കേട്ടോ, അയാൾക്ക് ചികിത്സ വേണം എന്ന് പറയും. കാരണം അത് അറിയാതെ കടന്നു വരും. അവിടെ 12-ാം പടി പ്രവർത്തനങ്ങൾക്ക് നിർത്തില്ല. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്തരം ലംഘനങ്ങൾ ഒരിക്കലും വ്യവസായവൽക്കരണമല്ല, മറിച്ച് ഇത് അനാമധേയത്വ ലംഘനങ്ങളാണ്. എക്ക് ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, അത് അനുരഞ്ജനത്തിന്റെ ഇതായിരുന്നു. എയുടെ പേര് ദുരുപയോഗം ചെയ്യരുത്. ഇപ്പോൾ വ്യക്തമാണ് കാര്യങ്ങൾ. നമ്മുടെ കൂട്ടായ്മയിൽ ആരും തന്നെ പൊതുവേദികളിൽ അനാമധേയത്വ ലംഘനങ്ങൾ നടത്തുന്നില്ല. ഇത്തരം പേടികൾ അലിഞ്ഞുപോയി. നമുക്കറിയാം, വ്യക്തികൾ എന്ന നിലയിൽ ആരെങ്കിലും സുഹൃത്തായി ഈ പദ്ധതിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാമൂഹ്യ നീതിക്ക് എതിരാണ്. നമ്മുടെ അറിവുകളും അനുഭവങ്ങളും രഹസ്യമായി സൂക്ഷിക്കണമെന്ന് നമുക്ക് എങ്ങനെ പ്രഖ്യാപിക്കാനാകും? ഒരു അംഗം അയാൾ ഒരു പൗരൻ എന്ന നിലയിൽ അധ്യാപകനോ പര്യവേക്ഷകനോ ആകാം. എന്തുകൊണ്ട് പറ്റില്ല? എല്ലാവർക്കും ലഭിക്കുന്ന നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ചില പദ്ധതികൾ ചിലപ്പോഴൊക്കെ എയുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാകാം.
പക്ഷേ അതൊന്നും അതിലടങ്ങിയിരിക്കുന്ന തത്വങ്ങളെ ബാധിക്കുന്നില്ല. ഈ ആവേശകരമായ ഇത്തരം സംഭവ പരമ്പരകളാണ് വ്യവസായവൽക്കരണമില്ല എന്ന നമ്മുടെ പാരമ്പര്യങ്ങളിൽ എത്തിയത്. സന്ദേശം വഹിക്കുക എന്ന 12ാം പടിക്ക് നമ്മൾ ഒരിക്കലും കൂലി വാങ്ങരുത്. വളരെ കൃത്യമായിട്ട് തന്നെയാണ് നമ്മുടെ ആ കാലത്ത് തന്നെ ബില്ല് ഇത്തരം കാര്യങ്ങളെ പറഞ്ഞത്. അന്നും ഉണ്ടായിരുന്നു, ഇന്നും നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു പല രീതിയിൽ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അതൊരു വ്യവസായവൽക്കരണമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അനാമധേയത്വം ലംഘിക്കുന്നുണ്ടോ, അവരുടെ അംഗത്വം പരസ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അനാമധേയത്വ ലംഘനം തന്നെയാണ്. എയുടെ ഉദ്ദേശത്തില് നമ്മൾ പറയാം, നമുക്ക് മദ്യരഹിതമായിട്ട് നിൽക്കുക, മറ്റുള്ളവരെ സഹായിക്കുക എന്ന ഏക ഉദ്ദേശത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഒരിക്കലും അഗ്രസീവ് അല്ല. നമുക്ക് മറ്റുള്ള ആളുകളെ ശിക്ഷിക്കുക, അവരെ പുറത്താക്കുക, അവരുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കുക, ഇതൊന്നും ഇല്ല. പലപ്പോഴും നമ്മൾ അറിയില്ലല്ലോ നമുക്ക് ആളുകളെ പുറത്താക്കണം. ഇപ്പൊ തന്നെ പല ആളുകളും നമ്മുടെ ഈ പാരമ്പര്യങ്ങളെ മനസ്സിലാക്കാതെ പരസ്യമായിട്ടും അല്ലാത്ത രീതിയിലൊക്കെ ഇന്ന ആളുകളെ ബഹിഷ്കരിക്കുക, അല്ലെങ്കിൽ അവർ ഈ രീതിയിലാണ് എന്ന പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ അറിയാതെ നടത്താറുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് നമുക്ക് അറിയില്ല, കാരണം നമ്മൾ ഈ പുറത്തറിവും നമ്മളുടെ ധാർമ്മികത ബോധമുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് അങ്ങനെ നിൽക്കുന്ന ഒന്നല്ല. അവിടെ നമ്മൾ പറയാറുണ്ട്, അവിടെ അമ്മേനെ വെട്ടിക്കൊന്നവനും മകളെ ബലാത്സംഗം ചെയ്തവനും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിൽ വരുമ്പോൾ അവരെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധ്യമല്ല. നമുക്ക് അവിടെ സദാചാര പോലീസ് കളിക്കാനോ അവരെ വിലയിരുത്താനോ നമുക്ക് സാധ്യമല്ല എന്ന് 3ാമത്തെ പാരമ്പര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അവരുടെ വ്യക്തിപരമാണ്. അപ്പൊ അതാണ് മദ്യാസക്തരുമായിട്ട് ഏത് തരത്തിലാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. ഇതിലെല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ട് ഇവിടെ. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്നാൽ മതി. മറ്റുള്ളവരെ ഈ രീതിയിൽ നന്നാക്കാനോ അവരെ ഈ രീതിയിൽ കൊണ്ടുപോകാനോ നമ്മൾ നിൽക്കേണ്ട. നമ്മൾ നേരാവാൻ വന്നാണ് കൂട്ടായ്മയിൽ. ഇത് പലപ്പോഴും മറന്നുപോകും. മാത്രമല്ല ഇവിടെ കൂട്ടായ രീതിയിൽ പ്രവർത്തനം നടത്തിയ അംഗങ്ങൾ അവരെ ബഹിഷ്കരിക്കുന്ന നമ്മളൊരു ഗ്രൂപ്പ് ചേരുന്നത് അതൊക്കെ ഏടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് നമ്മൾ അറിയില്ല. കാരണം നമ്മുടെ ഉള്ളിലെ ഗോത്രീയ സ്വഭാവം പുറത്തേക്ക് വരും. എറിഞ്ഞു കൊല്ലടാ അവനെ എന്ന് പറയുന്ന ഗോത്രീയത ഉണ്ട്. അടുത്ത ഗോത്രത്തോട് വിരോധമുണ്ടായിരുന്ന സ്വാർത്ഥതയിൽ നിന്ന മനുഷ്യന്റെ സ്വഭാവം, ഇത് അന്നത്തെ കാലത്ത് ഏടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബില്ല് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എഐക്ക് അനുരഞ്ജനത്തിന്റെ രീതിയാണ് ഏടെ രീതി. എഐക്ക് വേണ്ടി പോരാടാൻ വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എഐയിലുള്ള ആളുകളെ നന്നാക്കി കളയാം, ഇവര് ചീത്ത ആൾക്കാരാണ്, അവര് നല്ലവരാണ്, അവരോടൊപ്പം നിൽക്കുക, അവരെ വിളിക്കുക, ഇതൊന്നും ഏടെ രീതികളല്ലാന്നേ. ഇതൊക്കെ ഓരോ വ്യക്തി ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ടതും അവരുടെ തീരുമാനങ്ങളുമാണ്. നമ്മൾ സംഘടിതമായിട്ട് ഒരു കൂട്ടരെ ഒറ്റപ്പെടുത്താനോ ഏതെങ്കിലും ആളുകളെ മാറ്റി നിർത്താനോ ഒന്നും നമുക്ക് സാധ്യമല്ല. വളരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. നമ്മുടെ ആത്മീയതയ്ക്ക് മാറ്റങ്ങളൊന്നുമില്ല, പാരമ്പര്യവും മാറ്റിയിട്ടില്ല. അങ്ങനെ കൂട്ടായ്മ മുന്നോട്ട് പോയിട്ടുള്ള. അല്ലാന്നുണ്ടെങ്കിൽ എത്രയോ ഫെലോഷിപ്പുകൾ വന്ന് തകർന്നു പോയ പോലെ ആൽക്കഹോളിക്സ് അനോണിമസും തകർന്നു പോകും. എന്തുകൊണ്ടായേ ഇന്ന് നിലനിൽക്കുന്നത്? ഇനിയും മറ്റു മദ്യാസക്തർക്കായിട്ട് നമ്മൾ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത നമ്മളോട് പറയുന്നുണ്ട്. അപ്പോ അനാമധേയത്വ ലംഘനങ്ങൾ പലപ്പോഴും സംഭവിക്കാം. നമ്മൾ അനുരഞ്ജനത്തിന്റെ രീതിയാണ് എയുടെ രീതി. വ്യക്തികൾ എന്ന നിലയിൽ അവരവിടെ ജോലി ചെയ്തോട്ടെ. അത് നമുക്ക് തിരുത്താനോ അവരത് ചെയ്യരുത് എന്ന് പറയാനോ നമുക്ക് സാധ്യമല്ല. നമ്മൾ അങ്ങനെ അവരെ ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ അവരെ എതിർക്കുന്നുണ്ടെങ്കിൽ അത് സാമൂഹ്യ നീതിക്ക് എതിരാണ് എന്നാണ് ചരിത്രം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അന്നത്തെ ചർച്ചകളും അന്നത്തെ ഗ്രൂപ്പ് കോൺഷ്യസും തന്നിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാവില്ലേ? വ്യക്തിപരമായിട്ട് അവരവിടെ ജോലി ചെയ്യുന്നു, അവരതിനെ എയുമായിട്ട് കൂടിക്കലർത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവരോട് പറയാം, സ്നേഹപൂർവ്വം പറയാം, ഇത് ചെയ്യരുത് നിങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ അംഗങ്ങളും അത്തരത്തിലേക്ക് പരിപാടികൾ നടത്തുമ്പോൾ അവിടെ അവരുടെ റീഹാബിന്റെ പേര് പറഞ്ഞ് അവരെ വിളിക്കരുത്. അല്ലെങ്കിൽ അവർ അത്തരത്തിൽ പറയുന്നുണ്ടെങ്കിൽ അവരോട് വ്യക്തിപരമായിട്ട് നമ്മൾ പറയണം. അവിടെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആളുകൾ തന്നെ അവിടെ പോയിട്ട് ഇവരുടെ സ്ഥാപനത്തെ നമ്മൾ മീറ്റിംഗിൽ പരസ്യമായിട്ട് നമ്മുടെ അറിയാതെ പറഞ്ഞു പോകും. നമുക്ക് അവരെ വിളിച്ചിട്ടുള്ള അംഗം എന്ന നിലയ്ക്കാണ്. അംഗം എന്ന നിലയ്ക്ക് അവർക്ക് പരിപാടി പങ്കെടുക്കാനും പരിപാടി സംസാരിക്കാനും തീർച്ചയായിട്ടും അധികാരമുണ്ട്. അവരുടെ സ്ഥാപനത്തിന്റെ പേരോ അല്ലെങ്കിൽ 12ാം പടി അതുമായിട്ട് അവരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ്, അതുകൊണ്ടല്ലേ റീഹാബ് സജസ്റ്റ് ചെയ്യല് ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മുടെ പരിപാടിയല്ല. അവർക്ക് റീഹാബ് പോണോ നമ്മൾ ആ ലിസ്റ്റുകൾ കൊടുക്കുകയുള്ളൂ.
ഒരു റീഹാബുകളും നമ്മൾ സജസ്റ്റ് ചെയ്യാത്തതിന്റെ കാര്യം അതാണ്. റീഹാബുകളിൽ ആളുകൾ പ്രവർത്തിക്കാൻ പാടില്ല, അവർ റീഹാബ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് വിമർശിക്കാനും നമുക്ക് അധികാരമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്ക് എയുടെ രീതിയുണ്ട്. അത് നമ്മൾ കരുതുന്ന സാമൂഹ്യ നീതി അല്ല. അത് എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളുന്ന ഗോത്രീയ സങ്കല്പങ്ങളില്ലാത്ത എല്ലാ മനുഷ്യർക്കും അനുരഞ്ജനത്തിന്റെ രീതിയാണ്. ഗോത്രീയ കുടിപ്പകകൾ അവിടെ ഇല്ല. മറ്റു മനുഷ്യരെ ഒറ്റപ്പെടുത്തുന്ന, അവരെ മാറ്റി നിർത്തുന്ന രീതികളില്ല. കൂകി തോൽപ്പിക്കുന്ന പരിപാടികളില്ല. അവിടെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ആത്മീയതയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ. ഗോത്രീയതയിൽ നിന്ന് മാറി പുരോഗമനാത്മകമായ കാഴ്ചപ്പാടാണ് ഉണ്ടായിട്ടുള്ളത്. അന്നത്തെ കാലത്തും അത് തന്നെ പറഞ്ഞു. സാമൂഹ്യ നീതിക്ക് എതിരാണെന്നാണ് ബിൽ വിൽസൺ അന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ അറിവുകളും അനുഭവങ്ങളും രഹസ്യമായി സൂക്ഷിക്കണമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരാള് അയാളുടെ അറിവുകളെ പുറത്തേക്ക് എഴുതുന്നു, അയാൾ അതിനെ കുറിച്ചിട്ട് ലേഖനങ്ങൾ എഴുതുകയാണ്, അയാൾ മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുകയാണ്. അതൊക്കെ അയാൾ ചെയ്തോട്ടെ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേര് ദുരുപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഇടപെടുന്നത്. ഒരാള് നമുക്ക് പറയാറുണ്ട് പലപ്പോഴും മദ്യത്തിൽ നിന്ന് മാറി നിന്നു എന്ന് അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അയാൾ എഴുതിയാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ എയുടെ പേര് വന്നാൽ അത് കുഴപ്പമാണ്, അത് നമ്മളെ ബാധിക്കും. ഇപ്പൊ നമ്മുടെ ഒരു റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ ആള് അംഗമാണ് എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പല ആൾക്കാരും ചോദിക്കും, അവിടെ അംഗമാണ് എന്ന് പരസ്യപ്പെടുത്തിയാൽ എക്ക് ഗുണമല്ലേ? ഒരിക്കലുമല്ല. സമീപ ഭാവിയിലെ പല സംഭവങ്ങളും തെളിയിക്കുന്നുണ്ട് അത് പല വിവാദങ്ങളിലേക്കും എയുടെ പേര് വലിച്ചഴക്കപ്പെടുമായിരുന്നു. നേരെ മറിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് കൃത്യമായി കാണിക്കുന്ന ഒരു പടത്തിൽ ഒരിക്കലും ആൽക്കഹോളിക്സ് അനോണിമസിനെ നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. ആ വ്യക്തിപരമായിട്ട് അയാൾ മദ്യത്തിൽ നിന്ന് മാറി നിന്നു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. അംഗമല്ല എന്ന് പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം അയാളുടെ അറിവുകളോ മദ്യാസക്തിയെ കുറിച്ചുള്ള അയാളുടെ കാര്യങ്ങളോ അയാൾക്ക് സമൂഹത്തോട് പറയാം. നമ്മൾ അതിനൊന്നും എതിർക്കാൻ പാടില്ല. അയാൾ അവിടെ ക്ലാസ് എടുക്കുന്നു, മദ്യാസക്തിയെ കുറിച്ച് അയാൾ പരസ്യമായിട്ട് പറയുന്നു, ഇതൊന്നും ഗ്രൂപ്പുകളെ ഏറ്റെടുത്ത് നടക്കില്ല. അത്രേ ഉള്ളൂ. ഗ്രൂപ്പുകൾ വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കുകയാണ് പലപ്പോഴും. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ പ്രാഥമിക ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോ ഒരു അംഗം അയാൾ അധ്യാപകനായിരിക്കാം, അല്ലെങ്കിൽ അയാൾ ഗവേഷണങ്ങൾ മദ്യാസക്തിയുടെ മേഖലയിൽ ഗവേഷണത്തിൽ ഏർപ്പെടുന്ന ആളായിരിക്കാം. അയാളെ അതൊന്നും വിലക്കുന്നില്ല. നമ്മൾ അംഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ജോലി ചെയ്യണ്ടെന്നോ ഒന്നും പറയുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ നമ്മുടെ പാരമ്പര്യങ്ങൾ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമുക്കുള്ള അഭിപ്രായങ്ങൾ പറയാം എന്നല്ലാതെ ഗ്രൂപ്പിന്റെ കാര്യത്തിലല്ലാതെ ബാക്കിയൊക്കെ വ്യക്തിപരമായ അവരുടെ സ്വാതന്ത്ര്യത്തിലാണ് എന്ന് പറയാണ്. അപ്പൊ അവിടെ നമ്മൾ കൃത്യമായിട്ട് തന്നെ വ്യവസായവൽക്കരണം ഇല്ല എന്ന കാര്യത്തിൽ നമ്മൾ ഉറച്ചു. രണ്ട് സൈഡിലും നമ്മൾ പറഞ്ഞു തന്നു. അത് നോക്കണം. നമ്മൾ ഒരിക്കലും ഏതെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്തുക, ആദ്യകാലത്തൊക്കെ എനിക്കും അങ്ങനെയായിരുന്നു. നമ്മൾ ഈ പാരമ്പര്യ ലംഘനങ്ങളെ പോലും ഭയങ്കരമായിട്ട് ആളുകളെ എതിർക്കും. നമുക്കൊരു മധ്യവർത്തിയായ രീതി നമുക്കറിയില്ല. ഒരാളോട് എങ്ങനെ സംസാരിക്കണം, നമ്മുടെ സൗണ്ട് മാറും, നമ്മൾ ആക്രമിക്കുന്ന രീതിയിൽ മറ്റുള്ള ആളുകളോട് സംസാരിച്ചു കളയും. അപ്പൊ അവിടെ നിന്നാണ് നമ്മളോട് കൃത്യമായി പറയുന്നത്, നമ്മൾ മദ്യം കഴിക്കുന്നില്ലല്ലോ, മദ്യത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സ്വഭാവ രീതികളിൽ മാറ്റം വരേണ്ടതുണ്ട്. നമ്മളെ പഴയ രീതികളും പഴയ സ്വഭാവത്തിലും അല്ല നമ്മൾ പ്രവർത്തിക്കുക. പാരമ്പര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെയാണ്. നമ്മൾ 12-ാം പടി പ്രവർത്തനത്തെ വ്യവസായവൽക്കരണം നടത്താതെ 12-ാം പടി പ്രവർത്തനങ്ങൾക്ക് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രതിഫലം സ്വീകരിക്കാൻ നമ്മൾ നിൽക്കരുത് എന്നുള്ള ഒരു ഉറപ്പ് അല്ലെങ്കിൽ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത് എന്നാണ്. നമ്മോടൊപ്പം സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മതിയായ സേവനം നമ്മൾ നൽകുന്നുമുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം പല ആളുകളും നമ്മുടെ സർവീസ് പ്രവർത്തനങ്ങളിൽ നമ്മൾ ജോലിക്ക് വെച്ചിട്ടുള്ള ആളുകളുണ്ട്. നോൺ ആൽക്കഹോളിക്കായ ആളുകളൊക്കെ നമ്മുടെ ഓഫീസുകളിൽ ഉണ്ടാവും. അവർക്ക് നമ്മൾ ആ രീതിയിൽ തന്നെ ഇന്റർവ്യൂ ഒക്കെ നടത്തി എന്താണ് അവരുടെ കൂലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പണിക്ക് നടത്തിയിട്ടുള്ളത്. കൃത്യമായിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവരവരുടെ ജോലി ചെയ്തു എന്ന് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി തുടർന്ന് 9-ാം പാരമ്പര്യം പറയുന്നു, സംഘടിതമായി പ്രസ്ഥാനമായി കൂടാ, പക്ഷെ സേവിക്കുന്ന ആളുകളോട് ഉത്തരവാദിത്തമുള്ള ബോർഡുകളോ കമ്മിറ്റികളോ ഉണ്ടാക്കാവുന്നതാണ്. ഇത് പലർക്കും ഒരു പ്രഹേളികയാണ്. സംഘടിതമല്ലാത്തൊരു സമൂഹം നിലനിൽക്കുന്നത് എങ്ങനെ? അതേസമയം സേവനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. അതെ, അതാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ 9-ാമത്തെ പാരമ്പര്യം നമുക്കറിയാം. ആൽക്കഹോളിക്സ് അനോണിമസിനെ സംഘടിതമായ പ്രസ്ഥാനമായിട്ട് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാണ്ട്, നമുക്കറിയാം സർവീസ് മേഖലകളിൽപ്പെട്ട ആളുകൾ പ്രവർത്തിക്കാനായിട്ട് ഗ്രൂപ്പിൽ സെക്രട്ടറി ഉണ്ട്,
ട്രഷറർ ഉണ്ട്, ചെയർമാൻ ഉണ്ടാവും പല ഗ്രൂപ്പുകളിലും. അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പുകൾ ചേർന്നുകൊണ്ട് ഇന്റർ ഗ്രൂപ്പ് ഉണ്ട്, ഇന്റർ ഗ്രൂപ്പിന്റെ ചുമതലയുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലാണ് എയുടെ ഒരു പ്രഹേളികയായിട്ടൊക്കെ ആദ്യകാലത്തൊക്കെ തോന്നിയിട്ടുള്ളതും ഇന്നും പലപ്പോഴും നമ്മളെ ഉള്ളിൽ നമുക്ക് അറിയാതെ പോകുന്ന ഒരു കാര്യമാണിത്. ആൽക്കഹോളിക്സ് അനോണിമസ് സംഘടിത പ്രസ്ഥാനമല്ല. ഇത് സംഘടിത പ്രസ്ഥാനമാക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെ പ്രവർത്തിക്കണം, ഇതിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ എല്ലാം തന്നെ നമ്മൾ അറിയാം സജസ്റ്റീവായിട്ട് വരാൻ തന്നെ ചർച്ച ചെയ്ത് വന്ന ബിഗ് ബുക്കിന്റെ കഥയൊക്കെ നമ്മളിവിടെ ഷിബോട്ടൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും ബില്ലൊക്കെ പല പദപ്രയോഗങ്ങളും പല എഴുത്തുകളും ഒക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ നിർദ്ദേശങ്ങളായിട്ട് മാറ്റാൻ തന്നെ അത് കാരണമുണ്ട് അവിടെ. അപ്പൊ അതല്ലാതെ നമുക്ക് ആളുകളോട് ആജ്ഞ കൊടുക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ ആയിട്ടുണ്ടാവില്ല. അതല്ലാണ്ട് ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിച്ച ആളുകൾ ഇങ്ങനെ ആയിരിക്കണം, എയുടെ മീറ്റിങ്ങിൽ ഷെയർ ചെയ്യേണ്ട വിധം ഇങ്ങനെ ആയിരിക്കണം, ഇതൊന്നും നമുക്ക് അങ്ങനെ അച്ചിലിട്ട് വാർത്തെടുക്കുന്ന പോലെ ആളുകളെ ഇങ്ങനെ അച്ചിലിട്ട് ഉണ്ടാക്കിയെടുക്കാനൊന്നും എയിൽ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്ന പടികളിൽ എടുത്ത ആളുകൾ, പടികളിലൂടെ പോയ ആളുകൾ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ ഗുണനിലവാരം അളക്കാനുള്ള മെഷീൻ ഒന്നും നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് ആർക്കും കൊടുക്കാറില്ല. അത്തരം പരിപാടികളൊന്നുമില്ല. ഓരോ അംഗങ്ങൾ എന്ത് മനുഷ്യനാണ് അയാൾ എന്നുള്ള വിലയിരുത്തലുകളോ അയാൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാനോ ഒന്നും നമുക്ക് സാധ്യമല്ല. ഓരോ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുമ്പോഴും ഗ്രൂപ്പിന് പേരുകൾ മാത്രമാണ്, വിദ്യാസക്തരുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു പൊതുപരിഹാരത്തിനായിട്ട് നമ്മൾ നിൽക്കുന്നു എന്നല്ലാതെ വേറെ ഒരു രീതിയിലും സംഘടിതമല്ല. പക്ഷെ എന്താണ് സർവീസ് പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്താനും കൂടുതൽ പേരിലേക്ക് സന്ദേശം എത്തിക്കുക എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ സേവന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഓരോ ആളുകളും സ്വയം മുന്നോട്ട് വരികയോ എന്നുള്ളതാണ്. അപ്പോൾ 9ാമത്തെ പാരമ്പര്യം എഴുതിയപ്പോ എങ്ങനെ എഴുതി? എക്ക് ഏറ്റവും കുറഞ്ഞ സംഘടനാ ശേഷിയെ പാടുള്ളൂ. വർഷങ്ങൾ കഴിഞ്ഞപ്പോ നമുക്ക് മനംമാറ്റം ഉണ്ടായി. ഇപ്പൊ നമുക്ക് എ മുഴുവനായിട്ടും ഒരിക്കലും സംഘടിപ്പിക്കപ്പെടരുത്. പലപ്പോഴും പരസ്പര വിരുദ്ധമെന്ന് തോന്നുമാറ് നാം ഒരു പ്രത്യേക കമ്മിറ്റികളോ ബോർഡുകളോ ഉണ്ടാക്കുന്നു. അവർ അതിൽ തന്നെ സംഘടിതരാണ് താൻ. സംഘടിതമല്ലാത്തൊരു പ്രസ്ഥാനം എങ്ങനെയാണ് സേവന ഘടകങ്ങളെ സംഘടിപ്പിക്കുന്നത്? ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ജനം ചോദിക്കുന്നു, സംഘടനയല്ല എന്ന് പറയുമ്പോൾ അവർ എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോ വളരെ കൃത്യമായിട്ട് തന്നെ തുടർന്ന് എഴുതുന്ന ഭാഗം കൂടി ഞാൻ വായിക്കുകയാണ്, എന്നിട്ട് ഞാൻ നിർത്താം. തീർച്ചയായിട്ടും നാം അർത്ഥമാക്കുന്നത് ഏക്കൊരിക്കലും സംഘടിതമായ ഒരു മാർഗമോ ഗവൺമെന്റോ ഉണ്ടായിക്കൂടാ. വ്യക്തമായി പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിനോ ചർച്ചിനോ രാഷ്ട്രീയ പാർട്ടികൾക്കോ സാമൂഹ്യ സംഘടനയ്ക്കോ അംഗത്വ നിയമങ്ങളില്ല എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ലോകത്തുള്ള ഏതൊരു സമൂഹവും അവരുടെ അംഗങ്ങളെ അനുസരിപ്പിക്കാനും എതിർക്കുന്നവരെ പുറത്താക്കാനും അതിലെ അംഗങ്ങളെ അധികാരപ്പെടുത്താറില്ലേ? ഏതൊരു രാഷ്ട്രവും സമൂഹവും ബലത്തിൽ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്നു. ഒരു സംഘടനയുടെ അന്തസത്ത ഭരിക്കാനും നിയന്ത്രിക്കാനുമുള്ള അധികാരം തന്നെയാണ്. പക്ഷേ ഈ നിയമത്തിന് ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു അപവാദമാണ്. ഇതൊരിക്കലും ഒരു ഗവൺമെന്റിന്റെ ഘടനയിലേക്ക് ചേരുന്നില്ല. ജനറൽ സർവീസ് കോൺഫറൻസോ ജനറൽ സർവീസ് ബോർഡോ ഒരു ചെറിയ ഗ്രൂപ്പ് പോലുമോ 7 അംഗത്തെ ശിക്ഷിക്കാനുള്ള ഒരു വടിയും നൽകുന്നില്ല. നാം ഇത് പലപ്പോഴും പരീക്ഷിച്ച പരാജയമായിരുന്നു ഫലം. ഗ്രൂപ്പുകൾ പലപ്പോഴും അംഗങ്ങളെ പുറത്താക്കാൻ ശ്രമിച്ചു. പക്ഷെ പുറത്താക്കപ്പെട്ടവർ വീണ്ടും ഗ്രൂപ്പിൽ വന്നിരുന്ന് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾക്ക് ഞങ്ങളെ പുറത്താക്കാനാകില്ല. പലപ്പോഴും നമ്മൾ ഈ ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ മറന്നു. നമുക്കറിയില്ല ഇത്തരം നമ്മൾ ആവേശപൂർവ്വം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങളെ സംഘടിതമാക്കാനായിക്കൊണ്ട് നമ്മളിങ്ങനെ ഘോരഘോരം പല അഭിപ്രായ പ്രകടനങ്ങളും നമ്മൾ നടത്തും, ഈ പാരമ്പര്യം ഉണ്ടായ കഥകൾ അറിയാതെ. ഏക്ക് ഏറ്റവും കുറഞ്ഞ സംഘടനാ ശേഷിയെ പാടൂ എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന പല സംഘടനകളും അവരുടെ സംഘടനാ ശേഷി കൊണ്ടും ആ സംഘടനയുടെ തലപ്പത്തിരിക്കാനുള്ള അടികൾ കൊണ്ടും അവർ ആ സംഘടനയെ നശിപ്പിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. പല രാഷ്ട്രങ്ങളും തകർന്നത് അധികാരത്തിന്റെ പേരിലാണ്. അത് വ്യക്തമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പാരമ്പര്യം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ പഴമക്കാരായിട്ടുള്ള ആളുകൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോ നമ്മൾ ഈ സർവീസ്
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടും ഒരാളും വേണ്ട, ഉത്തരവാദിത്തമുള്ള ആളൊന്നും ഇല്ലാണ്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? ഒരിക്കലും അല്ലല്ലോ. നമുക്കൊരു ഗ്രൂപ്പിന് ഒരാൾ വേണം. ഗ്രൂപ്പിന്റെ ഇപ്പോൾ നമ്മുടെ ഓൺലൈനിലാണെങ്കിൽ പോലും അതിനൊരു കമ്മിറ്റി ഉണ്ടായിരിക്കും. ഒരാൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യണം. മീറ്റിങ്ങിന്റെ മെസ്സേജുകൾ ആളുകൾക്ക് എത്തിക്കണം. പല പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഓരോ കാര്യങ്ങൾക്കും പൈസ കൈകാര്യം ചെയ്യാനായിട്ട് ആള് വേണം. പിന്നെ മറ്റുള്ള ആളുകളിലേക്ക് സന്ദേശം എത്തിക്കണം. ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ ഗ്രൂപ്പ് മീറ്റിംഗ് കൊണ്ടുനടക്കണം. ഇന്റർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരാൾ പോകണം. അയാൾ അതിന്റെ കാര്യങ്ങൾ നോക്കണം. ഡിസ്ട്രിക്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആൾ വേണം. ഇതൊക്കെ ഒരാളോ അല്ലെങ്കിൽ ഗ്രൂപ്പുകാരനോ ആരും ചെയ്യില്ല. ഒരു ചുമതലയിലേക്ക് ഒരാളില്ലെങ്കിൽ എന്താണ്, എല്ലാവരും ഇതിന്റെ ആളാകുമ്പോൾ നമ്മൾ പറഞ്ഞ ആള് കൂടിയ പാമ്പ് ചാവില്ല എന്നൊക്കെ പറയുന്ന ഭാഗം പോലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കില്ല. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന് മറ്റു രീതിയിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായിക്കൂടാ. രാഷ്ട്രത്തിനും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കോ അംഗത്വ നിയമങ്ങളില്ലാതെ, അംഗത്വ നിയമങ്ങൾ എല്ലാവർക്കും ഉണ്ട്, അവരെതിർക്കുന്ന ആളുകളെ പുറത്താക്കുക. അപ്പൊ നമുക്ക് എന്താ പ്രശ്നം പറ്റിയറിയോ? നമ്മൾ ഈ എയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംഘടിത പ്രസ്ഥാനമായ രീതിയിൽ നമ്മൾ കരുതും. അതുകൊണ്ടാ നമ്മൾ മറ്റുള്ള ആളുകളെയൊക്കെ ഇത് ഇങ്ങനെ ആവണം, അത് അങ്ങനെ ആവണം, ഷെയറിങ്ങുകൾ ഇങ്ങനെ ആവണം, അതല്ലാന്നുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ പറഞ്ഞത് അനോണിമിറ്റി കൃത്യമായി പാലിക്കണം, ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ആവശ്യപ്പെടൽ നടത്താന്നേ ഉള്ളൂ. ഇത് ആരാ പാലിക്കേണ്ടത്? ഇത് വ്യക്തിപരമായിട്ട് എൻ്റെ കാര്യം എനിക്ക് പാലിക്കാൻ പറ്റുമോ? മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇവിടെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുക? ഞാൻ എന്ത് പറയണം, എങ്ങനെ നിൽക്കണം എന്നും എൻ്റെ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഇവിടെ പറയണം എന്നല്ലാതെ മറ്റംഗങ്ങള് ഇത് പാലിക്കണം എന്ന് എവിടെയും പറയാൻ പറ്റില്ല. അത് ഓൺലൈനിലും പറയാൻ പറ്റില്ല, ഫിസിക്കൽ മീറ്റിംഗിലും പറയാൻ പറ്റില്ല. അനോണിമിറ്റിയുടെ കാര്യം നമ്മളെ കുറിച്ച് പുറത്തൊക്കെ വ്യക്തിപരമായ അംഗത്തിന്റെ കാര്യമാണ്. നാളെ ഒരാൾ അവിടെ പോയിട്ട് എന്താ പറയുക, വേറൊരാളോട് എന്ത് പറയും നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുന്നൊരു പബ്ലിക് മീറ്റിംഗിൽ പറയുമ്പോൾ അത് ഓൺലൈൻ ആയിക്കോട്ടെ ഫിസിക്കൽ ആയിക്കോട്ടെ, നമുക്ക് പുറത്ത് നാളെ അറിഞ്ഞാൽ കുഴപ്പമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഷെയർ ചെയ്യാൻ പാടും. അല്ലെങ്കിൽ അത്രയും വിശ്വസ്തമായ അംഗങ്ങളോടെ ഷെയർ ചെയ്യാൻ പാടും. അല്ലെങ്കിൽ നമ്മളെ ബാധിക്കും അത്. അത്രേ ഉള്ളൂ. കാരണം നമുക്ക് ഏത് തരത്തിൽ അങ്ങനത്തെ ഉറപ്പുകളൊക്കെ കൊടുക്കാൻ പറ്റും? കാരണം ഇത് വ്യത്യസ്തനായ മനുഷ്യരാണ്. ഒരു പൊതുപരിഹാരം കണ്ടെത്തി ഒരു പൊതുവിനാശത്തിന്റെ പങ്കാളികളായ മനുഷ്യരാണ്, മദ്യാസക്തരായ മനുഷ്യരാണ്. ആ മദ്യാസക്തരായ മനുഷ്യരുടെ സ്വഭാവ കാര്യങ്ങളിൽ നമുക്ക് യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല ഇവിടെ. അപ്പോ ഇവിടെ എതിർക്കുന്ന ആളുകളെ പുറത്താക്കാനൊന്നും നമുക്ക് സാധ്യമല്ല. നമ്മളൊരു ആരോപണങ്ങൾ ഉന്നയിക്കുക, ആരോപണം ഉന്നയിച്ചിട്ട് അവർ കള്ളന്മാരാണെന്ന് പറയുക, ഇതൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. എത്രത്തോളം നമുക്ക് സാധ്യമാണ് ഏതെങ്കിലും ഒരാളെ പുറത്താക്കാൻ? അയാൾ ഇനി എന്ത് തന്നെ ചെയ്തോട്ടെ, അയാളുടെ പരിപാടിയിലേക്ക് നമ്മൾ കയറില്ല എന്നൊക്കെ പറയണത് നമ്മുടെ പഴയ രാഷ്ട്രീയ സംഘടനാ ബോധം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാ. ഗോത്രീയ മനോഭാവം, എല്ലാ മനുഷ്യരും ഒരാള് ചേർന്നുകൊണ്ട് നമുക്ക് മറ്റൊരാളെ ചേർന്ന് നമുക്കറിയില്ലേ, നമ്മള് കൂട്ടത്തിൽ കൊള്ളാത്തൊരുത്തനെ കളിയാക്കും. അത് നമ്മുടെ രക്തത്തിൽ ഉള്ളതാണ്. മറ്റു മനുഷ്യരെ കളിയാക്കി നമ്മൾ ഒരു മേധാവിത്വ വികാരം ഉണ്ടാവും. പ്രോഗ്രാമിലല്ലാന്നുണ്ടെങ്കിലും പ്രോഗ്രാമിൽ തന്നെ നിൽക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന തെറ്റായ ഒരു ധാരണയാണ്. ഇവിടെ നമ്മൾ ആരും ഭരിക്കുന്നില്ല. ഒരു എ മെമ്പറും അയാളുടെ സ്വഭാവം എന്തോ ആയിക്കോട്ടെ, അയാൾ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ചോട്ടെ, അയാളെ പുറത്താക്കാനുള്ള അധികാരോ അയാളുടെ പരിപാടികൾ മാറ്റി നിർത്താനോ ഒന്നും നമുക്ക് സാധ്യമല്ല. അപ്പൊ അവിടെ ഗ്രൂപ്പിന്റെ കോൺഷ്യസിൽ പാരമ്പര്യങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ജനറൽ സർവീസ് കോൺഫറൻസിന് ചോദിക്കുക GSO പുറത്താക്കുക. GSOക്ക് അങ്ങനെ പുറത്താക്കാനും പറ്റില്ല. പല ആൾക്കാരും പണ്ട് കാലത്തൊക്കെ GSOക്ക് കത്തെഴുതി ചോദിക്കുക, GSOക്ക് അറിയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവര് ഈ മെയിൽ കമ്മിറ്റി ആണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെ ഒരു മെയിൽ കമ്മിറ്റി ഒന്നും എയിലില്ല. ഇറ്റ്സെൽഫ് തന്നെ നമുക്കറിയാം അത് അൺഒഫീഷ്യൽ ആയിട്ട് തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് എനെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ട് ഒരാളെയും ജനറൽ സർവീസ് കോൺഫറൻസ് അല്ലാണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിനെ ആരും റെപ്രസെന്റേറ്റ് ചെയ്യാറില്ല. അവിടെ സർവീസ് ബോർഡുകൾക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കോ തന്നെ ഒരു അംഗത്തെയും ശിക്ഷിക്കാനായിട്ട് സാധ്യമല്ല എന്നാ പറയുന്നത്. അവര് വീണ്ടും വരും, അവരുടെ രീതിയിൽ അവരുടെ കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ വളരെ കൃത്യമായിട്ട് തന്നെ 9ാമത്തെ പാരമ്പര്യം നമ്മളെ ഇന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ എന്തായാലും മീറ്റിംഗിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച പറയാനിരിക്കുന്ന എല്ലാവർക്കും വിവാഹം ചെയ്ത സുബോധാശംസകൾ തന്നു. താങ്ക് യു ഉണ്ണിച്ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദിയാണ് ഉണ്ണിച്ചേട്ടനോട് പറയാനുള്ളത്. വളരെ വ്യക്തമായ രീതിയിൽ ചരിത്രത്തിന്റെ പല താളുകളിലൂടെയും കടന്നു പോകുന്നു. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്ന